الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهروا على الدين كله ولو كره المشركون أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى حصل مقاصدنا به وبشيخ شمس الدين ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم واعلم يا أمة سيدنا مولانا محمد. എൻ്റെ സ്നേഹം നിറഞ്ഞ മുത്ത് സദസ്യരെ, പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു ഇത് കബൂലാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വസ്തക്സറു ഫീഹി മിൻ അർബഇ ഖിസാലിൻ തുർലൗന ബിഹിമാ റബ്ബക്കും ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു വഅമ്മൽ ഖസലതാനി അല്ലതാനി ലാ ഗിനാഅ ബികും അൻഹുമാ ഫതസ്അലൂന അല്ലാഹൽ ജന്നത വതഊദൂന ബിഹി മിനൻ നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റമദാനിൽ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം. റമദാനിൽ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം. അതിൽ 2 അള്ളാഹുക്ക് വലിയ തൃപ്തിയുള്ള കാര്യമാണ്. ഒന്ന് ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത്, അത് ഉറപ്പിക്കുക. അള്ളാഹു ഏകനാണ്, അവൻ ഒരുവനാണ്, അവൻ്റെ സാക്ഷ്യം വഹിക്കുന്ന തഹ്ലീൽ അതുകൾ അധികരിപ്പിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത് അള്ളാഹു പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ. വഅമ്മൽ ഖസറതാനി അല്ലതാനി ലാ ഗിനാഅ ബികും അൻഹുമാ. പിന്നെ 2 കാര്യം അത് അല്ലാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒന്നാമത് വതസ്അലൂന അല്ലാഹൽ ജന്ന, അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുക. വതഊദൂന ബിഹി മിനൻ നാർ, അവനോട് നരകത്തെ തൊട്ട് കാവൽ തേടുക. ഈ 2 കാര്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മൾ റമദാനായപ്പം തുടങ്ങി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ലോക മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച 4 കാര്യം ഇതിലുണ്ട്. ഒന്നാമത് നമ്മൾ ചോദിക്കുന്നു, നമുക്ക് ആവശ്യം സ്വർഗമാണ്.
ആ സ്വർഗത്തെ ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നരകത്തെ തൊട്ടുള്ള കാവൽ അധികരിപ്പിക്കാനും അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ദിവസം 7 പ്രാവശ്യം ആരെങ്കിലും സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്നെ അവനക്ക് കൊടുക്കണേ, എന്നിൽ അവനെ പാർപ്പിക്കണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പരലോകത്ത് സജ്ജനങ്ങൾക്ക് അവരുടെ സാക്ഷാത് ജീവിതത്തിനായി സജ്ജീകരിക്കപ്പെട്ടതാണ് സ്വർഗം അഥവാ ജന്നത്ത്. തോട്ടം, ഉദ്യാനം എന്നെല്ലാമാണ് അതിൻ്റെ ഭാഷാ അർത്ഥം. ഈ പദങ്ങൾ കേൾക്കുമ്പോൾ വിശാലമായി പരന്നു കിടക്കുന്ന ഈ ഭൂമിയിൽ 1-2 സെൻറ്റ് മുതൽ കിലോമീറ്ററുകളോളം നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള, നമ്മളങ്ങനെ ഒരു പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഏതെങ്കിലും തോട്ടങ്ങളോ ഏതെങ്കിലും പാർക്കുകളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലോർമ്മ വരിക. എന്നാൽ തീർച്ചയായും നമ്മുടെ എല്ലാ ഭാവനകൾക്കും അതീതമായിട്ട് നമ്മുടെ മനസ്സിലുദിക്കുന്നതിനൊക്കെ എതിരായ ഒരു ഭാവനയാണ്, എതിരായ ഒരു രൂപമാണ് സ്വർഗത്തിന് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഭാവനകളൊക്കെ അപര്യാപ്തമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞു അതിൻ്റെ വിസ്തൃതി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്തൃതിക്ക് തുല്യമാണ്. അർളുഹാ കഅർളി സമാഇ വൽ അർള്, അതിൻ്റെ വിശാലത ഭൂമിയും ആകാശവുമാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് കാണാം. അർളുഹ സമാവാതു വൽ അർള്, അതിൻ്റെ വിശാലത ഭൂമിയും ആകാശവുമാണ്. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും വിസ്തൃതിയാണെന്നെങ്കിൽ മറ്റൊരിടത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നതിൻ്റെ വിസ്തൃതി ആകാശങ്ങളും ഭൂമിയുമാണ്. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അഅ്തുൽ ഇബാദിയസ് സാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുനും സമീഅത് വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ വഖറഊ ഇൻ ശൈതും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ. സ്വർഗത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അഅ്തുൽ ഇബാദിയസ് സാലിഹീന, എൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തയ്യാറാക്കിയതാണ്, മാലാ ഐനും റഅത്, ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ല, വലാ ഉദുനും സമീഅത്, ഒരു ചെവിയും കേൾക്കാത്തതാണ്, വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഉദിക്കാത്തതാണ്, ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഭാവനക്കും തുല്യമല്ല, അതൊക്കെ വിഭിന്നമായ തരത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ ഓതിക്കൊള്ളൂ, വല്ല തെളിവും വേണമെങ്കിൽ നിങ്ങൾ ഓതിക്കോ, വഖറഊ ഇൻ ശൈതും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി ഐനിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബഹുമാനികളെ, ആ സ്വർഗത്തെ ഒന്ന് പരിചയപ്പെടാൻ ചെറിയൊരു ഭാവന നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലേ? എന്താണെന്ന് ചെറിയൊരു ധാരണയുണ്ടാകാൻ വേണ്ടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതായിരിക്കട്ടെ. അല്ലാഹുവേ, ഉപകാരമുള്ള അറിവ് ഞങ്ങൾക്ക് ഏറെയേറെ നൽകണേ തമ്പുരാനെ. ആകാശങ്ങളും ഭൂമിയുമാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചമാസകലം എന്ന് തന്നെ അർത്ഥമായി. ഭൂമിയുടെ വിസ്തൃതി ഇന്ന് ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് നമ്മൾ കരുതപ്പെടുന്നു, അവകാശപ്പെടുന്നു. ആകാശങ്ങളുടേതോ അത് തിട്ടപ്പെടുത്തുന്നതിൽ ഇന്നേ വരെ ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ചില നക്ഷത്രങ്ങളിൽ നിന്ന് ചില നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തെപ്പറ്റി പ്രകാശവർഷങ്ങളുടെ എണ്ണം തന്നെയല്ലേ നമ്മൾ കേൾക്കുന്നത്, അത് കോടിക്കണക്കിനല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വീക്ഷണത്തിലൂടെ ഒന്ന് ഊഹിച്ചു നോക്കൂ, എന്താണ് പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി? എവിടെയെങ്കിലും ഒതുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ സ്വർഗത്തിൻ്റെ വിസ്തൃതിയെ പറ്റിയും നാം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങൾക്കും അതീതമായി വിസ്തൃതിയുള്ള ഒരു വൻ തോട്ടം തന്നെയാണ് ആ സ്വർഗം. സജ്ജനങ്ങളെ പാർപ്പിക്കാൻ സജ്ജമാക്കപ്പെട്ട മഹത്തായ ഉദ്യാന ലോകത്തെപ്പറ്റി ഖുർആനിൽ തന്നെ ജന്നത്ത് എന്ന ഏകവചനമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്ത് എന്ന ഒരൊറ്റ ജന്നാത്ത് എന്ന് പ്രയോഗിച്ചതായിട്ടും കാണാം. ചിലയിടങ്ങളിൽ അങ്ങനെയും കാണുന്നു. ധാരാളം ചെറിയ ചെറിയ തോട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ തോട്ടമെന്ന അർത്ഥം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹാരിസയുടെ മാതാവ് വന്നു. ബദ്ർ യുദ്ധത്തിൽ ഏതോ അജ്ഞാതന്റെ വെടിയേറ്റ് ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ, വീരചരമം പ്രാപിച്ചപ്പോൾ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാതാവ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ മകൻ്റെ കഥ എന്താ? അവിടെ
അമ്പേറ്റ് കുന്തം കൊണ്ടുള്ള ഏറേറ്റ് വീണ് കിടക്കുകയാണ്. ഈ യുദ്ധത്തിലോ ഷഹീദായല്ലോ, രക്തസാക്ഷിയായല്ലോ എന്ന് പറഞ്ഞ് വിലാപിച്ചപ്പോൾ, സങ്കടപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയെ സമാധാനിപ്പിക്കുകയാണ്. ഹാരിസയുടെ മാതാവേ, എന്തിന് നിങ്ങൾ ബേജാറാകണം? അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമല്ലേ, ധാരാളം തോട്ടങ്ങളില്ലേ, നിന്റെ പുത്രന് അത്യുന്നതമായ ഫിർദൗസിലതാ പ്രാപിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനികളെ, അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു നോക്ക്, തൻ്റെ നാഥൻ്റെ എഴുന്നള്ളത്ത് ഭയപ്പെട്ട് ജീവിച്ച ഓരോരുത്തർക്കും, അള്ളാഹുവിൻ്റെ എഴുന്നള്ളത്ത് ഭയപ്പെട്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, തൻ്റെ രക്ഷിതാവിൻ്റെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് ഭയപ്പെട്ടവന് 2 സ്വർഗത്തോപ്പുകളാണ്. 2 സ്വർഗത്തോപ്പുകളാണ് പോരാ, വേറെയും 2 സ്വർഗമുണ്ട്. വമിൻ ദൂനിഹിമാ ജന്നതാൻ, അതുകൂടാതെ പിന്നെയും 2 സ്വർഗമാണ് അവനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. സ്വർഗത്തെപ്പറ്റി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ പല വേജാറുകളും പല വിഷമങ്ങളും കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എന്തേ ഒരുക്കി വെച്ചതെന്ന് അറിയുന്നത് നന്നായി. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചെറിയ സൂചന മാത്രം നൽകുകയാണ്. നമുക്ക് എത്ര ദിവസങ്ങൾ പറഞ്ഞാലും തീരാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിൻ്റെ പാത്രങ്ങളും അതിലെ ആഭരണങ്ങളും മറ്റുള്ളതുമെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള 2 തോട്ടങ്ങളുണ്ട്. ഇവയെല്ലാം പാത്രങ്ങളും അതിലുള്ള സകല സാധനങ്ങളും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട മറ്റ് 2 തോട്ടങ്ങളുമുണ്ട്. നബി മൂസ റളിയല്ലാഹു അൻഹു ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമതൻ മിൻ ലുഅലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ അർളുഹാ 60 മീല ഫീ കുല്ലി സാവിയത്തിൻ മിന്നാ അഹ്ലു മാ യറൗനൽ ആഖരീൻ യതൂഫു അലൈഹിമുൽ മുഅ്മിനു വജന്നതാനി മിൻ ഫിദ്ദത്തിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ വജന്നതാനി മിൻ ദഹബിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ വമാ ബൈനൽ ഖൗമി വബൈന യൻദുറൂ ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹി ഫീ ജന്നതി അദിൻ. അബൂ മൂസ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ അവസ്ഥ നോക്കൂ ബഹുമാനികളെ. എല്ലാ ആളുകൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സ്വർഗത്തിൽ ഖൈമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രത്യേകം കൂടാരങ്ങളുണ്ട്. എന്തിനാലുള്ള കൂടാരങ്ങളാണ്? മിൻ ലുഅലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ, ഉട്ലുപൊള്ളയായ ഒറ്റ മുത്തിനാലുണ്ടാക്കിയ ഖൈമയാണ് അവിടെ ഉള്ളത്. വൻ ഖൈമകളാണുള്ളത്. അതിൻ്റെ നീളം 60 മീല, ഒരു റിപ്പോർട്ടിൽ കാണുന്നു തൂലുഹാ 60 മൈൽ ാണ് അതിൻ്റെ നീളം. ഫീ കുല്ലി സാവിയത്തിൻ മിന്നാ അഹ്ലു മാ യറൗനൽ ആഖരീന, ഓരോരോ കോണിൽ നിൽക്കുന്ന ആളുകൾ മറ്റേ കോണിലുള്ള ആളുകളെ കാണാത്തവരാണ്. മറ്റുള്ളവരൊരു കോണിൽ നിന്ന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. യതൂഫു അലൈഹിമുൽ മുഅ്മിനു, മുഅ്മിൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആ കൂടാരങ്ങളിലൂടെ ചുറ്റി നടക്കുന്നു. കുടുംബനാഥൻ ചുറ്റി നടക്കുന്നു. ആ കുടുംബനാഥൻ ചുറ്റി നടക്കുന്നു. അതുമാത്രമല്ല വജന്നതാനി മിൻ ഫിദ്ദത്തിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അതിലെ 2 സ്വർഗങ്ങളിൽ, ആ 2 തോട്ടങ്ങളിൽ അതിൻ്റെ പാത്രങ്ങളും അതിലുള്ള എല്ലാ സാധനങ്ങളും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വജന്നതാനി മിൻ ദഹബിൻ, 2 തോട്ടങ്ങളുണ്ട്, അത് സ്വർണത്തിനാലുള്ളതാണ്. ആ സ്വർണത്തിനാൽ അത് മാത്രമല്ല ആനിയതുഹുമാ, അതിലെ 2 അതിലുള്ള പാത്രങ്ങൾ മുഴുവനും വമാ ഫീഹിമാ, അതിലെന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹു സ്വർണം കൊണ്ട് സംവിധാനിച്ചതാണ്. വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറൂ ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹി ഫീ ജന്നതി അദ്നിൻ. അവിടെ പിന്നെ അല്ലാഹുവിൻ്റെയും അടിമകളുടെയും ഈ ജനതയുടെയും ഇടയിലും ഉള്ളത് അവൻ്റെ ഇടയിലുള്ള മറ വെറും മഹത്വത്തിൻ്റെ മറ മാത്രമാണ്, മറ്റൊരു മറയും അവിടെ ഇല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
ബഹുമാനികളെ ആലോചിക്ക്, നമുക്കുള്ളതാണ് നൈമിഷികമായ സുഖത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നവർ നമ്മൾ. നൈമിഷികമായ സുഖങ്ങൾ, താൽക്കാലികങ്ങളായ സുഖത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഈ സുഖത്തിൻ്റെ വാഗ്ദാനങ്ങൾ, സ്വർഗം അനുഗ്രഹങ്ങളുടെ സങ്കേതമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ ഓതിയ ഹദീസ്, അഅത്തുൽ ഇബാദിയ സ്വാലിഹീന മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ വഖറൂ ഇൻ ശിഅതും ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി ഐനിൻ. ഹബീബായ നബി പഠിപ്പിക്കുന്നു, ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. രണ്ടിലും ഈ ഹദീസ് കാണാം. ലോകത്ത് നിഷേധിക്കപ്പെടാൻ പറ്റാത്ത ഹദീസാണ്. അഅത്തുൽ ഇബാദിയ സ്വാലിഹീന, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ല. വലാ ഉദുനും സമഅത്, ഒരു ചെവിയും ഇന്ന് വരെ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനക്കും യോജിച്ചതല്ല. സകല ഭാവനകൾക്കും വിപരീതമാണ്, എല്ലാ ഭാവനകൾക്കും എതിരാണ്. വഖറൂ ഇൻ ശിഅതും, എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ അങ്ങ് ഓദിക്കോ. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി ഐനിൻ, കണ്ണുകൾ കുളിർപ്പിക്കുന്ന അനുഗ്രഹങ്ങളാൽ അവർക്ക് വേണ്ടി രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു ദേഹവും അറിയുകയില്ല. അല്ലാഹു തന്നെ പറയുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ ബഹുമാനികളെ, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം. ഒരു ചാട്ടവാറ് വെക്കാൻ എത്ര സ്ഥലം വേണം? ആ ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു ചാട്ടവാറ് വെക്കാൻ സ്വർഗത്തിൽ സ്ഥലം കിട്ടിയാൽ സുബ്ഹാനല്ലാഹ് ജല്ല ജലാലുഹു, ബഹുമാനികളെ, അത് ഇഹലോകവും അതിലുള്ളത് അഖിലവും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ ആ സ്ഥലം ദുനിയാവും അതിലുള്ള സകല സാധനത്തിനേക്കാളും മഹത്തരമാണ്, അതിനേക്കാളും വിലപിടിപ്പുള്ളതാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതായത് സജ്ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഒന്നിലധികം ചെറിയ ചെറിയ തോട്ടങ്ങളുണ്ടായിരിക്കും. അവിടെ ഹൂറുകൾ, ഭൃത്യന്മാർ തുടങ്ങി അവർക്ക് സ്വന്തമായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സാമഗ്രികളും അവിടെ ഉണ്ടായിരിക്കും. അവരുടെ സ്ഥിര താമസ സ്ഥലം തന്നെ അവിടെയാണ്. എന്നാൽ അതേ അവസരത്തിൽ ആ സ്വർഗ പ്രപഞ്ചമാസകലം കുറെ സ്ഥലം കിട്ടിയെന്ന് കരുതിയിട്ട് മറ്റെവിടെയും പോകാൻ കഴിയൂലാതൊന്നും വിചാരിച്ചു പോകണ്ട. ആ സ്വർഗ പ്രപഞ്ചമാസകലം അവരുടെ വിഹാര കേന്ദ്രമാണ്. എവിടെയും പോകുന്നതിന് ആർക്കും ഒരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കൊന്ന് പോകണമെങ്കിൽ എന്തൊരു പ്രയാസമാണ്, അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. എന്നാൽ അവിടെ സ്വർഗലോകത്ത് നാം ഒന്ന് മനസ്സിലാക്കണം, അവിടെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ എങ്ങനെ സഞ്ചരിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. അനായാസേന നിർവഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. സ്വന്തം തോട്ടങ്ങൾക്ക് പുറമെ മഹത്തായ ആ സ്വർഗ പ്രപഞ്ചത്തിൽ അവിടെയെല്ലാം എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും എപ്പോഴും യഥേഷ്ടം വിഹരിക്കാൻ ആ സ്വർഗലോകത്ത് അവകാശമുണ്ട്. അത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. സ്വർഗവാസികളെല്ലാം ഒരേ നിലവാരത്തിലുള്ളവരല്ല, എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല. ദുനിയാവിൽ അവൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ അനുസരിച്ചിരിക്കും സ്വർഗലോകത്ത് അവൻ്റെ തട്ടുകൾ ഉണ്ടാകുന്നത്, സ്വർഗലോകത്ത് അവൻ്റെ ഡിഗ്രികൾ ഉണ്ടാകുന്നത്. ഇവരെങ്ങനെയാ അവന് എത്രത്തോളം ദർജ കൂട്ടാൻ കഴിയോ? നമ്മുടെ ഇബാദത്തുകളൊക്കെ അതിനല്ലേ ബഹുമാനികളെ. എന്താണ് നമ്മൾ ചെയ്യുന്ന നിസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായാലും സദഖയായാലും നോക്കൂ. നിസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാൾ സുബഹി നിസ്കരിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അങ്ങ് കഴുകിപ്പോയി. സുമ്മ തഹ്തരിഖൂന, വീണ്ടും അവൻ പാപങ്ങളിൽ മുഖരിതമായി, പാപങ്ങളിൽ മുങ്ങി. ഇദാ വൈദാ സല്ലൈതുമുൽ ളുഹ്റ ഗസറത്ഹാ, ളുഹ്ർ നിസ്കരിച്ചാലോ അവൻ വീണ്ടും പാപമുക്തനായി.
അതങ്ങനെ ആഴ്ചയിൽ ജുമാ വന്നു. ആണുങ്ങൾ ജുമാക്ക് പോകുമ്പോൾ ജുമായോടുകൂടി നല്ല ഒതുവൊക്കെ എടുത്തിട്ട് ജുമാക്ക് ശ്രദ്ധ ഖുതുബയൊക്കെ കേട്ട് ജുമാ പിരിഞ്ഞാൽ അവൻ ആ ജുമായുടെ 7 ദിവസമല്ല എക്സ്ട്രാ ഒരു 3 ദിവസവും കൂടി അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ റമദാനായാൽ റമദാനോടുകൂടി എന്തൊക്കെ പവിത്രമാണ്, എന്തൊക്കെ ഗുണങ്ങളാണ്. സ്വർഗലോകത്തിൻ്റെ കവാടങ്ങൾ അതാ മലർക്ക തുറക്കപ്പെട്ടിരിക്കുകയാണ്. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു. പിശാചിന സകലവും ബന്ധിക്കപ്പെട്ടു. അവിടെ പിന്നെ പുണ്യങ്ങളാണ്, ഒരുപാട് പുണ്യങ്ങളാണ്. പാപങ്ങൾ മുഴുവനും ഒരൊറ്റ നോമ്പ് കൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കുകയാണ്. റമദാന്റെ ഒടുക്കത്തെ രാത്രിയായാൽ, അവസാനത്തെ സമയമായാൽ ഒരു പണിക്കാരന് മുതലാളി കൂലി കൊടുക്കുന്നത് പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഒടുക്ക രാത്രിയിൽ സകല പാപങ്ങളും പൊറുക്കുന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്കാണ് അവൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളത്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. നോക്കൂ, പ്രവാചകന്മാർക്ക് മറ്റുള്ളവരെക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തവർക്കല്ലാത്തവരെക്കാൾ, മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, അതിനുവേണ്ടി ധനം ചെലവഴിച്ചവർ, അവർ അതിനുവേണ്ടി ഇസ്ലാമിന് വേണ്ടി പൊരുതിയവർ, അവർക്ക് അവരുടെ പിന്മുറക്കാരായ ത്യാഗി വര്യന്മാരെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇങ്ങനെ വിവിധ അടിസ്ഥാനത്തിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ എത്രയോ എത്രയോ ശ്രേഷ്ഠതകൾ കിടക്കുകയാണ്. അത് വളരെ വ്യക്തമാണ്. അതനുസരിച്ച് സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളും ശ്രേഷ്ഠതയിൽ വളരെ വ്യത്യാസങ്ങളായിരിക്കും. സംശയം വേണ്ട, അങ്ങനെ തന്നെയാണ്. അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഈ വസ്തുത ശരിക്കും പരിഗണിച്ചുകൊണ്ടാണ് സ്വർഗം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാനെ, ഈ സ്വർഗ അവകാശികളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരെ നീ പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ഉബൂദിയത്തിന്റെ ലദ്ദത്തറിയുന്നവരിൽ, നിന്നെ അറിഞ്ഞ് ഇബാദത്തെടുക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഉപകാരമുള്ള അറിവ് ഞങ്ങൾക്ക് ഏറെ ഏറെ നൽകണേ തമ്പുരാനെ. നോക്കൂ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദറജ അല്ലാഹു അസ്സ വജല്ല ലിൽ മുജാഹിദീന ഫീ സബീലി ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർള് ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലുൽ ഫിർദൗസ ഫഇന്നഹു വസ്തുൽ ജന്ന വഅഅലൽ ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വർഗത്തിൽ 100 പടികളുണ്ട്. 100 പടികളിൽ നിന്ന് ഒരു പടിയിൽ നിന്ന് മറ്റേ പടിയിലേക്കുള്ള ദൂരം എത്രയാണെന്നറിയോ? ആകാശഭൂമിയുടെ ഇടയിലുള്ള ദൂരമാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക്, ഒരു തട്ടിൽ നിന്നൊരു തട്ടിലേക്കുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫൈദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ, പടച്ചവരോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, ഫസ്സലു, അവരോട് ചോദിക്കൂ, ഫിർദൗസിനെ ചോദിക്കണം. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കളെയും ഫിർദൗസിന്റെ അഹിർകാരാക്കണം റബ്ബേ. അതെവിടാന്നറിയോ? സ്വർഗത്തിന്റെ മധ്യത്തിലാണ്. വഇന്നഹു വസ്തുൽ ജന്ന വഅലൽ ജന്ന, സ്വർഗത്തിന്റെ മേലെയാണ്, അതിന്റെ മേലെയാണ് റഹ്മാനായ റബ്ബിന്റെ അർശ് കിടക്കുന്നത്. അവിടെയാണുള്ളത്. അതുകൊണ്ട് ഫിർദൗസിനെ ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തവർക്ക്, വീരചരമം പ്രാപിച്ചവർക്ക്, ശുഹദാക്കൾക്ക് സജ്ജമാക്കപ്പെട്ട 100 പടി, 100 തട്ടുകളുള്ള സ്വർഗമാണ് സംവിധാനിച്ചിട്ടുള്ളത്. 100 പടികളാണ്. 100 പടികൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കി വെച്ച 100 ഉള്ളൂ എന്ന് കരുതണ്ട, അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതണ്ട. അങ്ങനെ ഒരുപാട് തട്ടുകളുണ്ട്, ഒരുപാട് തട്ടുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സുകളുടെ, നമ്മുടെ ഭാവനകൾക്ക് അതീതമാണല്ലോ, നമ്മുടെ കണ്ണുകൾക്ക് അതീതമാണല്ലോ, നമ്മുടെ കാതുകൾക്ക് അതീതമാണല്ലോ, നമ്മുടെ നാവുകൾക്ക് അതീതമാണല്ലോ. സ്വർഗത്തിൽ തന്നെ നോക്കൂ, ഖുർആൻ മനപ്പാഠമാക്കിയ ആളോട് സ്വർഗത്തിൽ കടന്നാൽ പറയും, ഖുർആൻ മനപ്പാഠമാക്കിയിട്ട ആളുകളോട്, ഹാഫിലിങ്ങളോട് പറയുന്ന എന്താണ്? ഇതാ സ്വർഗത്തിൽ കടന്നാ ഓതു കയറൂ എന്ന് പറയുന്നു. യുഖാലു ലിസാഹിബിൽ ഖുർആൻ ഇദാ ദഖലൽ ജന്ന, ഖുർആൻ മനപ്പാഠമുള്ള ആള് സ്വർഗത്തിൽ കടന്നാൽ അവരോട് പറയുന്നു, ഇഖ്റ വസ്അദ്, ഓദിക്ക. ഓരോരോ ആയത്തോതും അങ്ങനെ
കയറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റുകയാണ്. ഫയഖ്റഉ വയസ്അദു, ഓതിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് അവനിങ്ങനെ പടികൾ ഇങ്ങനെ കയറുകയാണ്. ബികുല്ലി ആയത്തിൻ ദറജ, ഓരോരോ ആയത്തിനും ഓരോരോ ദറജ അങ്ങനെ കൂടുകയാണ്. അവസാനം അവൻ്റെ മനസ്സിൽ പാഠമുള്ള ഒടുക്കത്തെ ആയത്ത് ഓതുന്നവരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഖുർആൻ കൊണ്ടുള്ള ഫത്ഹ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഖുർആൻ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന തരത്തിലാക്കണേ തമ്പുരാനെ. നോക്കൂ ബഹുമാനികളെ, ഖുർആൻ പഠിച്ച ആളുകൾ, ചാൻസ് അല്ലേ, റമദാനല്ലേ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഹിഫ്ളൊന്ന് അധികരിപ്പിക്കാൻ, അത് പഠിച്ചിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തെ കടക്കുന്ന ആളുകളോട് അവിടുന്ന് പറയൂ, ഇതാ ഓദിക്കോ, ഓതുന്നതിനനുസരിച്ച് കയറാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമേ. നോക്കൂ, മറ്റ് റിപ്പോർട്ടുകളും ധാരാളമായി കാണാം. അബീ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി, സ്വർഗ്ഗത്തിലുള്ള ആളുകളുണ്ടല്ലോ, സ്വർഗത്തിൽ കടന്നിട്ടുള്ള ആളുകൾ, യതറാഊന അഹ്ലൽ ഉറഫി കമാ തതറാഊനൽ കൗകബ, ഓരോരോ സ്ഥലങ്ങളിൽ കിടക്കുന്നവരില്ലവർ, ഓരോരോ മാളികകളിലുള്ള ആളുകൾ പരസ്പരം കാണുന്നതാണ്. മാളികകളെ കാണുന്നു, അതിലുള്ള ആളുകളെ കാണുന്നു. ഏതുപോലെ? കമാ തതറാഊനൽ കൗകബ ദുർരിയൽ ഗാബിറ ഫിൽ ഉഫഖി മിനൽ മശ്രിഖി വൽ മഗ്രിബ് ലിതഫാദുലി മാ ബൈനഹും, ചക്രവാളങ്ങളിൽ അന്തരീക്ഷത്തിൽ അവിടെ ഇവിടങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ, ചക്രവാളത്തിൽ സുന്ദരമായി നാം കാണുന്ന നക്ഷത്ര കൂട്ടങ്ങളെ കാണുന്നത് പോലെ സ്വർഗത്തിൽ പരസ്പരം അവരുടെ മാളികകൾ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഉദയാസ്തമനങ്ങളിൽ നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ അവരുടെ പദവികൾ അവർ തമ്മിൽ ഏത്ത വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന്. ഏത്ത വ്യത്യാസം കാരണം കൊണ്ട് തന്നെ, പദവികളുടെ ഏത്ത വ്യത്യാസം കാരണം കൊണ്ട് ചക്രവാളങ്ങളിൽ ഉദയാസ്തമന സമയങ്ങളിലൊക്കെ നീ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ അവരുടെ ഉറഫുകളെ കാണാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഉദയാസ്തമനങ്ങളിൽ നിങ്ങൾ നോക്കിക്കാണുന്നത് പോലെ അവരുടെ പദവികൾ അവർ തമ്മിൽ ഏത്ത വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന്. ഏത്ത വ്യത്യാസം കാരണം കൊണ്ട് തന്നെ, പദവികളുടെ ഏത്ത വ്യത്യാസം കാരണം കൊണ്ട് ചക്രവാളങ്ങളിൽ ഉദയാസ്തമന സമയങ്ങളിലൊക്കെ നീ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ അവരുടെ ഉറഫുകളെ കാണാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സ്വർഗോദ്യാനമാകുന്ന ആ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചം സജ്ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച തോട്ടങ്ങളാണ്. വിവിധ നിലവാരത്തിലുള്ളതും ശ്രേഷ്ഠതയുടെ സ്വഭാവം അനുസരിച്ച് തട്ടുതട്ടുകളായും ശ്രേഷ്ഠതയുടെ സ്വഭാവം അനുസരിച്ച് തട്ടുതട്ടുകളായി നിലകൊള്ളുന്നതായിരിക്കും. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായിട്ടുള്ള ആളുകൾ, വീരചരമം പ്രാപിച്ച ആളുകൾക്ക് സജ്ജമാക്കപ്പെട്ട ആ 100 പടിയെക്കുറിച്ച് തന്നെ ഒന്ന് ഊഹിച്ചു നോക്കൂ എൻ്റെ പ്രിയമുള്ള സദസ്സിലുള്ള ആളുകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്ക്. ആ 100 പടി തന്നെ. എന്തേ കാരണം? ഒന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലേക്ക് ആകാശഭൂമികളുടെയുള്ള വിസ്തൃതിയാണ്, ആകാശഭൂമികളുടെയുള്ള വിശാലതയാണ്, ഡിഫറൻസ് ആണ്, വ്യത്യാസമാണെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ടാമത്തത് അങ്ങനെയാണ്, 2ൽ നിന്ന് മൂന്നാമത്തതിൻ്റെയും ദൂരം അങ്ങനെയാണ്, 3ൽ നിന്ന് നാലാമത്തതിൻ്റെയും ദൂരം അങ്ങനെയാണ്. ഇങ്ങനെ ദൂരം വളർന്ന് 100 തട്ടുകളുടെ ഇടയിലുള്ള ദൂരവും അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒന്ന് ഊഹിച്ചു നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്? എത്ര ഉയരമാണ് അതിലുണ്ടാകുക? എന്തോ സ്വഭാവമാണ്. നമുക്കത് കണക്ക് കൂട്ടാൻ കഴിയോ? നമ്മുടെ ഭാവനകളിൽ അത് ഉയർന്നു വരുമോ? ഇങ്ങനെ 100ാമത്തിലെത്തുമ്പോഴേക്ക് എത്ര വേണം ഉയർന്നിട്ടുള്ളത്? തീർന്നില്ലല്ലോ, ഇനിയുമുണ്ടല്ലോ അവിടെ തട്ടുകൾ, ഒരുപാട് തട്ടുകളുണ്ടല്ലോ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, പടിപടിയായി ഉയർത്തപ്പെട്ടതാണോ? അതുമല്ല, ആ തട്ടുകൾ ഏറ്റവും മേലെയുള്ളവയും മറ്റുള്ളവ അവയുടെ കീഴെയുമാണോ? എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മാനായ റബ്ബ് എങ്ങനെയാണത് സംവിധാനിച്ചിട്ടുള്ളത്? ഇങ്ങനെ തട്ടായിട്ടതോ? അതിൻ്റെ ഇടയിൽ കുറേ കുത്തി നിറച്ചുകൊണ്ട് കുറേ തട്ടുകൾ ഉണ്ടാക്കിയതോ? അതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. റഹ്മാനായ റബ്ബിനെ അതറിയുകയുള്ളൂ. അല്ലാഹുവേ, അതിൻ്റെ അവകാശികളിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. എന്നാൽ ഒരിക്കലും സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ, സ്ഥലപരിമിതി ഇല്ല, പരിമിതിയുടെ പേരിൽ ഒരു പ്രശ്നവും അനുഭവിക്കണ്ട.
ഇപ്പം ഈ ചെറിയതിൽ തന്നെ നമ്മുടെ ക്ലാസ്സിന് ഏതാനും കുറച്ചാൾ വന്നപ്പം തന്നെ ഇരിക്കാൻ കഴിയാതെ വിഷമിക്കുന്നു, ചില ആളുകളൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്നു, ചില ആളുകൾ വേദന ഇങ്ങനെ സഹിച്ചുകൊണ്ട് കയ്യും കാലും നിർത്താൻ കഴിയാതൊക്കെ ഇരിക്കുന്നു. അള്ളാൻ്റെ സ്വർഗത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. സ്ഥലപരിമിതിയുടെ വിഷമമേ അവിടെ ഇല്ല. സ്ഥലപരിമിതി കാരണം വിഷമിക്കേണ്ട ഒരു അവസ്ഥ സ്വർഗലോകത്തില്ല. അങ്ങനെ പ്രയാസപ്പെടേണ്ടി വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അന്വേഷണമാണ്. നാഥാ, സ്വർഗവാസികളിൽ ഏറ്റവും താണപടിയിലുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിഫലമുള്ള ആളെ സംബന്ധിച്ചൊന്ന് പറഞ്ഞു തരാമോ? അള്ളാഹു പറഞ്ഞു, അതേ മൂസ, പറയാം, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മൂസ നബി അലൈഹി സ്വലാമിനോട് പറയുന്നു. ജനങ്ങൾ സ്വർഗത്തിൽ അവരവരുടെ സ്ഥാനങ്ങളിൽ അങ്ങ് ചെല്ലുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളൊക്കെ പിടിച്ച് അവർക്കുള്ളതെല്ലാം അവർ വശമാക്കിയതിന് ശേഷം, എല്ലാവരും കൈവശപ്പെടുത്തിയതിന് ശേഷം അതാ ഒരാൾ വരുന്നു. അപ്പോൾ അവനോട് പറയുന്നു, സ്വർഗത്തിൽ എല്ലാവരും കയറിക്കൂടി, എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടി, ഒക്കെയായി. അപ്പോഴാണ് ഒരു മനുഷ്യൻ അതിലേക്ക് കടന്നു വരുന്നത്. ഒരാൾ വന്നിട്ട് അവനോട് പറയപ്പെടും, സ്വർഗത്തിലേക്ക് കടന്നോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് നോക്കിയിട്ട് സ്വർഗത്തിലൊരു ഒഴിവില്ല എന്നാണ് ഈ വന്ന ആൾക്ക് തോന്നുക. അയാൾ അങ്ങനെയാണ് മനസ്സിലുദിക്കുന്നത്. അയാളോട് കടക്കാൻ പറഞ്ഞാൽ അയാൾ പറയുന്നത്, നാഥാ, അല്ലാഹുവേ, ഞാൻ എവിടെ കയറി പറ്റാനാണ്? ഇവിടെ ഒരു ഇഞ്ച് സ്ഥലവും ബാക്കിയില്ലല്ലോ. എല്ലാവരും കയറിയല്ലോ, എല്ലാവരും കൈവശപ്പെടുത്തിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആ മനുഷ്യനോട് പറയുന്നു, നീ എന്തേ പറയുന്നു അവിടെ സ്ഥലമില്ലെന്നോ? അവർക്കുള്ളതൊക്കെ അവർ വെച്ചെന്നോ? എന്നാൽ ദുനിയാവിലൊരു രാജാവിനുണ്ടാകുന്ന അത്ര നിനക്ക് കിട്ടിയാൽ പോരെ. ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു രാജാവ്, സകല പ്രൗഢിയോടെ സുഖങ്ങളോടെ ജീവിക്കുന്ന ഒരു രാജാവിനുണ്ടാകുന്നത് അത്രയും കിട്ടിയാൽ നിനക്ക് മതിയാകുക? അത്ര കിട്ടിയാൽ നീ തൃപ്തിപ്പെടുക? അദ്ദേഹം അതാ പറയുന്നത്, നാഥാ, ഞാൻ തൃപ്തിയാണ്, എനിക്ക് സന്തോഷമാണ്, അത്ര മതി തമ്പുരാനെ, അങ്ങനെ കിട്ടിയാ ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം. എന്നാൽ അല്ലാഹു തആല പറയുന്ന, നിനക്ക് അത്രയും പിന്നെ അത്രയും പിന്നത്രയും 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 ഉണ്ട്. ഇരട്ടിയാ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ ഒരു പ്രധാനമന്ത്രിക്ക്, അതല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു ഭരണാധികാരിക്ക് എന്തൊക്കെ സുഖങ്ങളാ ഉള്ളത്? നമ്മൾ ആ സുഖങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ ആക്കിയെടുക്കാൻ, എത്ര സുഖത്തോടെ ജീവിക്കുന്ന ഒരു രാജാവിനുള്ളത് അത്ര മതിയോ എന്ന് ചോദിച്ചാൽ, പടച്ചവരെ മതി, ഇതിലൊന്ന് കടന്നു കിട്ടിയാൽ മതി, ഞാൻ സന്തോഷിച്ചു കൊള്ളാന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, എന്നാൽ അത്ര മാത്രമല്ല, പിന്നത്രയും 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 ഉണ്ടവിടെ. നാഥാ, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് മതിയായി. അവസാനം വരുന്ന വളരെ താഴ്ന്ന പടിയിലുള്ള സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്തിനുള്ള ആളെ പറ്റി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞതാണ്, എന്ത് ബഹുമാനികളെ, സ്വർഗത്തിൽ കിട്ടുന്ന ഒരവസ്ഥ ദുനിയാവിലുള്ള ഒരു രാജാവിനുള്ളത് അത്രയും പിന്നെയും ഇരട്ടിച്ചങ്ങനെ കൊടുക്കുന്നു. അതുകൊണ്ട് അവന് തൃപ്തിപ്പെട്ടെന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നു, ഇതെല്ലാം നിനക്കുള്ളതാ, ഇതൊക്കെ നിനക്കുള്ളതാണ്. അതിന്റെ പുറമെ നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്, നിന്റെ കണ്ണുകൾ കൊതിക്കുന്ന, നിന്റെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നത് വേറെയും ധാരാളമുണ്ട്. അവൻ പറയുന്നു, അതാ ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലഅലമു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിന്നാ വആഖിറ അഹ്ലിൽ ജന്നത്തി ദുഖൂലാ. ഞാൻ അറിയും അവസാനമായി ഒടുക്കം നരകത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരുത്തൻ അവസാനം നരകത്തിൽ നിന്ന് പോരുകയാണ്. അവൻ അവസാനമായി സ്വർഗത്തിൽ കടക്കുന്നവനാണ്. റജുലുൻ യഖ്റുജു മിനൻ നാരി അബ്വാ, മുട്ടുകുത്തി നരങ്ങി പ്രയാസപ്പെട്ടാണ് നരകത്തിൽ നിന്ന് അവൻ വന്നിട്ടുള്ളത്. ദുനിയാവിൽ ചെയ്ത ശിക്ഷക്ക് അവൻ നരകത്തിൽ കിടക്കേണ്ടി വന്നു. അല്ലാഹുവേ, ഒരു നിമിഷം പോലും നരകത്തിന്റെ വാസന പോലും ഞങ്ങൾക്ക് എത്തിക്കല്ല അല്ലാ. പടച്ചവനെ, നരകത്തെ പറ്റി കേട്ടത്, നരകത്തിൽ നിന്നുള്ള ഒരാൾ ഈ ഭൂമിയിൽ
തൊണ്ടയിലേക്കൊന്ന് ശ്വാസം വിട്ടാൽ ഈ ലോകം മൊത്തം കരിഞ്ഞു പോകൂല അല്ലാ. ഈ സാധുക്കൾ എങ്ങനെ സഹിക്കാനാണ് പടച്ചവനെ റബ്ബേ അല്ലാഹുവേ. ഒരിക്കലും അതിൻ്റെ വാസന പോലും ഏൽക്കുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ പെടുത്തല്ല തമ്പുരാനെ. അവസാനം സ്വർഗലോകത്തേക്ക് കടക്കുന്നയാള് നരകത്തിൽ നിന്ന് ഞെരുങ്ങിയടങ്ങാറായി മുട്ടുകുത്തിയാണ് വരുന്നത്. അല്ലാഹു അവനോട് പറയും, ഇദ്ഹബ്, പോ, കടന്നോ, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ കടന്നോ. അങ്ങനെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നാൽ അവൻ്റെ മനസ്സിലതാ തോന്നിക്കുന്ന സ്വർഗമൊക്കെ ഫുള്ളാണ്, ഇനി സീറ്റൊന്നും ബാക്കിയില്ല. ഉള്ള സീറ്റൊക്കെ പിടിക്കേണ്ടോലും പിടിച്ച്, കിട്ടേണ്ടതൊക്കെ കിട്ടി, എല്ലാവരും ഒതുക്കി വെച്ചിരിക്കുകയാണ്. അവനവിടുന്ന് പറയുന്ന, പടച്ചവനെ മല്ലയാണല്ലോ, നിറഞ്ഞു കിടക്കുകയാണല്ലോ, ഞാൻ എങ്ങോട്ടാണ് കയറിപ്പറ്റേണ്ടത്? ഫയഖൂലു യാ റബ്ബി വജത്തുഹാ മൽആ. അവൻ പറയുന്ന, പടച്ചവനെ എൻ്റെ റബ്ബേ, ഇത് നിറഞ്ഞു കിടക്കുകയാണ്, ഇനി എനിക്കെവിടെയാണ് സ്ഥലമുള്ളത്? അപ്പോഴല്ലാഹു അവനോട് പറയുന്നു, ഇത് പോ, ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ഫഇന്നലക മിസ്റദ്ദുന്യാ വഅശറത അംസാലിഹാ. നീ കടന്നോ, ഫുള്ളാന്നൊന്നും നീ നോക്കണ്ട, നിനക്ക് കണ്ടാൽ ഫുള്ളാന്ന് തോന്നും. പക്ഷേ നീ കടന്നാൽ ദുനിയാവിനെ പോലെ, ദുനിയാതൊരു ദുനിയാവി ഇഹലോകമില്ലേ, അത്രയും നിനക്ക് സ്വർഗലോകത്തുണ്ട്. ഇഹലോകത്തിന്റെ അത്ര, ഈ ദുനിയാവിന്റെ അത്ര നിനക്ക് സ്വർഗത്തിലുണ്ട്. പോരാ, വഅശറത അംസാലിഹാ, അതിന്റെ 10 ഇരട്ടിയും നിനക്ക് സ്വർഗത്തിലുണ്ട്. ഫയഖൂലു, അല്ലാഹുവിനോട് അടിമ ചോദിക്കുന്ന, തസ്ഹറു മിന്നി, പടച്ചവനെ, ഔ തലഹഖു അന്നി മിന്നി, എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ, എന്നെ പരിഹസിക്കുകയാണോ റബ്ബേ? ഇതിങ്ങനെ കാണുമ്പോൾ നിറഞ്ഞു കിടക്കുന്ന സ്വർഗം വല്ലാതെ നിറഞ്ഞു കിടക്കുകയാ. ഈ നിറഞ്ഞു കിടക്കുന്ന സ്വർഗത്തിലൊരു സ്ഥലവും ഞാൻ കാണുന്നില്ല, എന്നിട്ട് നീ എന്നെ പരിഹസിക്കുകയാണോ? എന്നെ നരകത്തിലിട്ടിട്ട് ഞാൻ വല്ലാതെ ഇടങ്ങേറായി ഇങ്ങനെ വന്നിട്ട് എന്നോട് കടക്കാൻ പറഞ്ഞു, ഞാൻ സ്ഥലം കാണുന്നില്ല. നീ പറയുന്നു ദുനിയാവിന്റെ അത്ര നിനക്ക് കിട്ടിയാ പോരെ, എന്നാലൊരു 10 ദുനിയാവ്, 10 ഇരട്ടി ഇഹലോകം മാത്രം, ഇതുപോലുള്ള 10 ഇരട്ടി സ്വർഗത്തിലിതാ. അല്ലാഹുവിനോട് അപ്പോഴാ പറയുന്ന, പടച്ചവരെ എന്നെ കളിയാക്കുകയാണോ, എന്നെ പരിഹസിക്കുകയാണോ? വഅൻതൽ മലികു, നീ രാജാതിരാജനല്ലേ. ഫലഖദ് റഅയ്തു റസൂലല്ലാഹി. അപ്പോൾ ഇതാ അബൂ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അപ്പം ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഹബീബാ നബിയെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യദാനവ, റസൂലുള്ളാഹിന്റെ അണപ്പല്ല് വരുന്ന രൂപത്തിൽ കാണുമാർ, അണപ്പല്ല് വെളിവാകുമാർ പുന്നാര ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹിന്റെ ഈ പണിച്ചി, അള്ളാഹുവിന്റെ ഈ പണി കേട്ടിട്ട് റഹ്മാനായ റബ്ബിന്റെ ഏർപ്പാടും വർത്തമാനവും ഒക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണപ്പല്ലുകൾ വെളിവാകുമാർ ഹബീബാ നബി ചിരിക്കുകയാണ്. വകാന യുഖാലു ദാലിക അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലാ. എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബാ നബി ഇങ്ങനെ പറയുകയാണ്, ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പടി, സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനമുള്ളവൻ, ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ളവൻ അവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബാ നബി പഠിപ്പിക്കുകയാണ്. നോക്കൂ ബഹുമാനികളെ, ഈ സ്വർഗലോകത്തെയാണ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. പടച്ചവനെ, ഈ പരിശുദ്ധ റമദാനിൽ എത്രയോ ആളുകളെ, 10,000-കണക്കിന് കോടിക്കണക്കിന് ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോ, നരകമോചനം നൽകുമ്പോ, അല്ലാഹുവേ സ്വർഗ അവകാശികളിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് തുറന്നിടപ്പെട്ട സ്വർഗ കവാടങ്ങൾ ഞങ്ങളെ കടത്തിവിടാതെ കൊട്ടിയടക്കല്ല റഹ്മാനെ. അതിന്റെ അവകാശികളിൽ, അതിൽ വസിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും ജ്യേഷ്ഠാനുജന്മാരെയും പെങ്ങന്മാരെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരെയും നീ പെടുത്തണേ തമ്പുരാനെ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, അല്ല റബ്ബേ, എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാരാ, ഏറ്റവും ഉന്നത പദവിയുള്ളവരാരാണ്? അള്ളാഹു പറയുന്നു, മൂസ, ഞാൻ നിനക്കത് പറഞ്ഞു തരണോന്ന് കരുതിയതാ.
എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു മൂസാ നബി അലൈഹിസ്സലാമിനോട്, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ പദവി കേൾക്കണോ? അവർക്ക് വേണ്ടത് ഞാൻ തന്നെ ഒരുക്കി വച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യമാകുന്നത് ഞാൻ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ കൈകൊണ്ട് തയ്യാറാക്കിയതാണ്. അല്ലാഹു തന്നെയാണ് അത് പ്രത്യേകമായി സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ തന്നെയാണ് അതിൽ മേൽ മുദ്ര വെച്ചിട്ടുള്ളത്. അതിൻ്റെ ചെടികളും അതിനാവശ്യമാകുന്നത് മുഴുവനും നട്ടുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. മാലാ ഐനും റഅത്ത്, ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ല. വലാ ഉദുനും സമയത്ത്, ഒരു ചെവിയും കേട്ടിട്ടില്ല. വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാവനക്കും അത് യോജിക്കുന്നതല്ല. ഒരു മനുഷ്യന്റെ മനസ്സുകളുടെ ഭാവനക്കും അത് യോജിക്കുന്നതല്ല. അങ്ങനെ ധരിക്കാനോ ഒന്ന് മനസ്സിലാക്കാനോ സാധ്യമല്ല. അത്തരം ഒരു സ്വഭാവത്തിലാണ് സ്വർഗലോകത്തെ ഉന്നത സ്ഥാനത്തുള്ളവരെന്ന് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, ഫലാ തഅലമു നഫ്സും മിമ്മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി ഐനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അതിനാൽ അവർ പ്രവർത്തിച്ചതിന് ഫലമായി, അവർ ചെയ്തു കൊണ്ടിരുന്നതിന് ഫലമായി കണ്ണുകൾ കുളിർക്കുന്നതായ ആനന്ദകരമായ, കണ്ണുകൾ കുളിർക്കുന്ന ആനന്ദകരമായ എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർക്ക് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അത് അവിടെ ചെന്നാലേ തിരിയുള്ളൂ. രഹസ്യമായി പടച്ച തമ്പുരാൻ സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഒരാളും അറിയുകയില്ല. അമറല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. സ്വർഗത്തിന് പിന്നൊരു സ്ഥാനമുണ്ട്, വസീല. വസീല എന്നൊരു പ്രത്യേകമായൊരു സ്ഥാനം സ്വർഗലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരൊറ്റ മനുഷ്യനെ അത് ലഭിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമേ അതുള്ളൂ. അതിമഹത്തായ ഒരു സ്ഥാനമാണ് സ്വർഗത്തിൽ വസീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ്. ഹബീബായ നബി പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ, ആ വസീല എനിക്ക് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണേ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നു സമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇദാ സമിഅതുമുൻ നിദാഅ, ഇദാ സമിഅതുമുൻ നിദാഅ, നിങ്ങൾ ബാങ്ക് കേട്ടാൽ, ഫയഖൂലു മിസ്ല മാ യഖൂലു, ബാങ്കുകാരൻ പറയുന്നത് പോലെ പറയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവരും അങ്ങനെ പറയണം. ബാങ്കുകാരൻ എന്ത് പറയുന്നുവോ അത് കേട്ടാൽ നിങ്ങളും അതുപോലെ പറയണം. എന്നിട്ട് പറയുന്നു, സുമ്മ സല്ലു അലയ്യ, സുമ്മ സല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചൊല്ലൂ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഓരോരോ ബാങ്ക് കേട്ടാലും മുത്ത് ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലണേ. സുമ്മ സല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എൻ്റെ മേൽ സലാത്ത് ചൊല്ലൂ. ഫഇന്നഹു മൻ സല്ല അലയ്യ സലാത്തൻ, ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ ഒരൊറ്റ സലാത്ത് ചൊല്ലിയാൽ, ഒരു സലാത്ത്, സല്ലല്ലാഹു അലൈഹി ബിഅശറ, ഒരു സലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ പേരിൽ 10 സലാത്ത് ചൊല്ലുമേ. പടച്ചവനെ, ഹബീബായ നബിയുടെ പേരിൽ ഏറെ സലാത്ത് എല്ലാം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. ഇത് റമദാനല്ലാത്ത മാസത്തിലാണ്. റമദാനിൽ എത്ര ഇരട്ടിയാണ് അധികരിക്കുന്നത്. അതുകൊണ്ട് ഏറെ സലാത്ത്. വെറുതെ നാവിനെ കളയരുത്. വെറുതെ എന്തെങ്കിലും പായ്വാക്കുകൾ പറഞ്ഞ് നാവിനെ വിഷമിപ്പിക്കരുത്. നമ്മളുടെ നാവിന് സലാത്ത് കൊണ്ട് ധന്യമാക്കുക. വെറുതെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴും ഏതേത് സമയങ്ങളിലും സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൂടെ ബഹുമാനികളെ? ലോകത്ത് ഇങ്ങനെ കൂലി കിട്ടുന്ന മറ്റൊരു അമരെന്താ ഉള്ളത്? അള്ളാഹു എടുക്കുന്ന പണിയല്ലേ, പടത്തോനി പണിയല്ലേ എടുക്കുന്നത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു പറഞ്ഞു, ഞാനും എൻ്റെ മലായിക്കത്തും കൂടെ എടുക്കുന്ന പണിയാണ്. അള്ളാഹു ചൊല്ലി അവൻ്റെ മലായിക്കത്തുകളെ കൊണ്ട് ചെല്ലിപ്പിച്ചിട്ടാ പറയുന്ന മോമിനിങ്ങളെ ചൊല്ലണം റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത്. നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ നിസ്കരിക്കാറുണ്ട്, നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് വെക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മലക്കുകൾ നോമ്പ് പിടിക്കാറുണ്ട്, അതുകൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇങ്ങനെ കൽപ്പിച്ച ഒരാമലും കാണൂല സലാത്ത് പോലെ. സലാത്ത് മാത്രമാണ് അള്ളാഹും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ചെയ്യണേ, ചെല്ലണേ സലാത്ത്. ഒരാൾ വെറുതെ ഇല്ലതാണ് കൂലി.
അയാൾ വെറുതെ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ സലാത്തില്ലാണ് കൂലി. എങ്ങനെ ചെല്ലിയാലും കൂലി കിട്ടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സലാത്താണ്. റസൂലുള്ള പഠിപ്പിക്കുന്ന ബാങ്ക് കേട്ടാ നിങ്ങൾ എൻ്റെ പേരിൽ സലാത്തി അല്ലണം. ഒരു സലാത്തി ഇല്ലാതെ 10 സലാത്താണ്. എന്നിട്ട് പറയുന്നു സുമ്മ സലൂല്ലാഹലി, സുമ്മ സലൂല്ലാഹലി, പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്ക്. അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. അൽ വസീല, വസീലത്തിനെ ചോദിക്കണം. ഇന്നഹാ മൻസിലത്തും ഫിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ ഒരു സ്ഥാനമാണ്. ലാ ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, അല്ലാഹുവിന്റെ അടിയാറുകളിൽ നിന്ന്, അടിയാത്തികളിൽ നിന്ന് ഒരാൾക്കല്ലാതെ അത് ലഭിക്കുകയില്ല. അത് ഒരാൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. ഒറ്റ ഒരുത്തർ ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് വസീല. ആ വസീല നിങ്ങൾ റബ്ബിനോട് എനിക്ക് വേണ്ടി ചോദിക്കണേ. അള്ളാഹ്ക്ക് വേണ്ടി ചോദിച്ചാൽ നമുക്കെന്താ കിട്ടുക? അള്ളാഹ് റസൂൽ തന്നെ വാഗ്ദത്തം ചെയ്ത് ഹബീബാ നബി തന്നെ പ്രോമിസ് നൽകുന്നു. എന്തെന്നറിയുമോ? ഫമൻ സഅലല്ലാഹ ലീ, എനിക്ക് വേണ്ടി ആരെങ്കിലും വസീല ചോദിച്ചാൽ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹല്ലത്ത് ലഹു ശഫാഅത്തു, റസൂലുള്ളാഹിന്റെ ശുപാർശ അവന് കിട്ടും. ഹബീബ നബിയുടെ റെക്കമെൻഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും വസീലയെ ചോദിച്ചാൽ ഹബീബ നബിക്ക് വസീലയെ ചോദിക്കാൻ. എന്തേ ചോദിക്കണം? നമ്മൾ ചോദിച്ചു വേണോ കിട്ടാൻ? ബഹുമാനികളെ, അള്ളാഹുവിന്റെ ഹബീബിന് വസീല ചോദിച്ചാ നമുക്കാണ് ഉപകാരം. എന്തുപകാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും. ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവും, എന്തിനാണ് പടച്ചോൻ റസൂൽ നമ്മൾ ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനല്ലേ ഈ ലോകം പടക്കാൻ റസൂലുള്ളല്ലേ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, പ്ലംബിങ്ങിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായൊരു വീട് ഒക്കെ ഉണ്ടാക്കി സന്തോഷായി കുടിയേരി വെച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മയാകുന്നു, ശരി നമ്മൾ ഇതൊക്കെ വെച്ചെങ്കിലും ഒരു ടാങ്കിന്റെ കുറവുണ്ടല്ലോ, അതും കൊണ്ടുവന്ന് വെച്ചു. വീട്ടിന്റെ മുകളിൽ 1500 500 750 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു ടാങ്ക് കൊണ്ടുവന്ന് വെച്ചു. വീട്ടിന്റെ മുകളിൽ ടാങ്ക് കൊണ്ടുവന്ന് വെച്ചു. കിണറിൽ മോട്ടോർ വെച്ചു. മോട്ടറിന്റെ പൈപ്പ് കിണർ ടാങ്കിലേക്ക് കണക്ഷൻ കൊടുത്തു. നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം കയറ്റുന്നു. എന്തിനാണ് ടാങ്കിന് വെള്ളം? നിങ്ങൾ ഏതോ ഹാർഡ്വെയർ കടയിൽ നിന്ന്, ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ടാങ്കിന് എന്തിന് വെള്ളം? ടാങ്കിന് വെള്ളത്തിന് ആവശ്യമുണ്ടോ? ടാങ്കിന് നിന്റെ വീട്ടിന്റെ മേലെ ഇരിക്കേണ്ട ഗതികേടുണ്ടോ? ഇല്ല. പക്ഷേ നീ കൊണ്ടുപോയിരുത്തി, നീ അതിൽ വെള്ളം നിറക്കുന്നു. ഒരിക്കലും ഒരു ദിവസം പോലും, ഒരു സെക്കൻഡ് പോലും ടാങ്കിന് വെള്ളം വേണ്ട. പക്ഷേ നീ അതിൽ വെള്ളം നിറക്കുന്നത്, ആ വെള്ളം നിറച്ചാൽ നീ ബാത്റൂമിൽ പോയാൽ കിട്ടണം, പൂന്തോട്ടം നനക്കാൻ കിട്ടണം, കാല് കഴുകണമെന്ന് വിചാരിച്ചാൽ പൈപ്പ് തിരിച്ചാൽ കിട്ടണം, നിനക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടണം. അതിനു വേണ്ടിയാണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളതെങ്കിൽ ഹബീബ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കോ. നിന്റെ സലാത്ത് കൊണ്ട് റസൂലുള്ളാഹിക്ക് പവർ കൂടാനില്ല, ചെല്ലാഞ്ഞിട്ട് കുറയാനില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിച്ചാൽ അവന് ശഫാഅത്തുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ബഹുമാനികളെ, സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരാൻ ഇവക്കെല്ലാം പുറമെ റഹ്മാനായ തമ്പുരാന്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് ഈ ശുഹദാക്കൾക്ക് സംവിധാനിച്ചിട്ടുള്ള 100 പടികൾക്ക് മീതെയാണ്. ആ സജ്ജമാക്കപ്പെട്ടിട്ടുള്ള 100 പടികൾക്ക് ഏറ്റവും മേലെ നിലകൊള്ളുന്ന പടിയാണ്. അതിനാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ഫഇന്നഹു വസ്തുൽ ജന്ന വഅലൽ ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് സ്വർഗ്ഗത്തിന്റെ മധ്യത്തിലാണ്, സ്വർഗ്ഗത്തിന്റെ മേലെയാണ്, അതിന്റെ മേലെയാണ് അർശുർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന്റെ അർശ് കുടികൊള്ളുന്നത് അവിടെയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഫിർദൗസിന്റെ അഹിലുകാരാക്കണം തമ്പുരാനെ. ഫിർദൗസിന്റെ അഹിലിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ പെടുത്തണം റഹ്മാനെ, ഭാര്യ മക്കളെ പെടുത്തണം റഹ്മാനെ. തോട്ടം, ഉദ്യാനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ വൃക്ഷലതാദികളും പുഷ്പകനികളാലും പരന്നു പിടിച്ച തണലുകളാലും നിർഭരമായിരിക്കണമല്ലോ. അതുകൊണ്ട് തിങ്ങിയ സ്ഥലമായിരിക്കണമല്ലോ. ബഹുമാനികളെ, തോട്ടം എന്നല്ലേ പറയുന്നത്? ജന്നത്ത്. ഉദ്യാനം എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ ഉണ്ടാകണം, ഇഷ്ടം പോലെ തണലുകൾ ഉണ്ടാകണം. ഈത്തപ്പനയും റുമ്മാനും ഇലന്തമരവും വാഴയുമൊക്കെ സ്വർഗലോകത്തുണ്ടെന്ന് ഖുർആൻ ചിലത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ഖുർആനിൽ കാണാം. ചിലതിന്റെ പേരുകളാണ് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന തട്ടിന് ഫിർദൗസ് എന്ന് പറയുന്നത് പോലെ തന്നെ സ്വർഗത്തിന് മൊത്തം ഫിർദൗസ് എന്ന് പറയാറുണ്ട്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം തന്നെ വൃക്ഷലതാദികൾ, പ്രത്യേകിച്ച് മുന്തിരി വള്ളി നിറഞ്ഞു മുറ്റിയ തോട്ടങ്ങൾക്കാണ് പറയാർ.
ഫിർദൗസ് എന്ന് സ്വർഗത്തിന് അങ്ങനെ പേരുണ്ട്. സകല ഇനത്തിൽപ്പെട്ട ഫലങ്ങളും സ്വർഗവാസികൾക്ക് നൽകപ്പെടുമെങ്കിൽ അവകായിക്കുന്ന എല്ലാതരം വൃക്ഷലതാദികളും അവിടെ ഉണ്ടായിരിക്കണമല്ലോ. വർണ്ണശബളിമ നിലനിർത്തുന്ന, സൗരഭ്യം നിലനിർത്തുന്ന, നൈർമല്യം നിലനിർത്തുന്ന, മൃദുലതയുള്ള, ലാവണ്യമുള്ള, വടിവുള്ള ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ പുഷ്പം. ആ പുഷ്പങ്ങളും സ്വർഗലോകത്ത് ഇഷ്ടം പോലെ തുടങ്ങിയ ആകർഷകമായ വിവിധ ഗുണങ്ങളുടെയും സന്തുലിത മേളനങ്ങളുള്ള പൂവിന്റെ സവിശേഷതകൾ അടിഞ്ഞിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ അവിടെയുണ്ട്. അല്ലാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. പ്രസ്തുത ഗുണങ്ങൾ പൂവിലുള്ളതിനേക്കാൾ, ഒരു കാര്യം മനസ്സിലാക്ക്, എന്നാൽ ഈ ഗുണങ്ങളൊക്കെ പൂവിലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ഭംഗിയിലും, എത്രയോ മടങ്ങ് മോടിയിലും, എത്രയോ മടങ്ങ് വടിവിലും സ്വർഗ സ്ത്രീകളിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂക്കളുടെ സ്ഥാനം അന്യായമായി പോകും. േക്കാളും സ്വർഗീയ സ്ത്രീകളിലുണ്ട്. പടച്ചറബ്ബേ, ഈ കേൾക്കുന്ന സകല സഹോദരിമാരെയും, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ പെങ്ങന്മാര്, ഞങ്ങളുടെ ഭാര്യമാര്, സകല ആളുകളെയും ഈ സ്വർഗീയ സ്ത്രീകളിൽ പെടുത്തണേ തമ്പുരാന്. സ്വർഗാവകാശികളിൽ പെടുത്തണേ റബ്ബേ. ബഹുമാനികളെ, സ്വർഗീയ സ്ത്രീകൾ കയ്യേറിയത് കൊണ്ടാകാം പൂവിനെ പറ്റി വല്ലാതെ പറയാത്തത്. കാരണം സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പൂക്കൾക്ക് പകരം സ്വർഗീയ സ്ത്രീകളെയും മറ്റുമാണ് കവികളും മറ്റുള്ള ആളുകളും എടുത്തു പറയാറ്. അല്ലാഹു ആലം, എന്താണാവോ അത് വല്ലാതെ പറയാതിരുന്നതെന്നറിയില്ല. പടച്ച തമ്പുരാൻ, അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗലോകത്ത് ഇണകൾ ലഭിക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണം തമ്പുരാന്. സ്വർഗത്തിന്റെ വിദൂരതയിലേക്ക് നീണ്ട് പരന്നു കിടക്കുന്ന നേലുകളാണ് അവിടെ ഉള്ളത്. നീണ്ടു പരന്നു കിടക്കുന്ന നീലുകളാണ്. അവിടുത്തെ വൃക്ഷലതാദികളുടെ ആധിക്യത്താൽ അതിൻ്റെ ആധിക്യത്തെയും അതിൻ്റെ ഗാംഭീര്യത്തെയും കുറിക്കുന്ന ഒരുപാട് ആയത്തുകൾ കാണാം. ഈത്തപ്പന, വാഴ എന്നൊക്കെ കേൾക്കുമ്പോൾ നാം കണ്ട് പരിചയിച്ച നമ്മളിവിടെയുള്ള മണ്ണമ്പായും നേന്ത്രവായൊക്കെ തോന്നിയെന്ന് വരാം. കദളിപ്പാവാഴയൊക്കെ സ്വർഗലോകത്താണ്. നമ്മുടെ ഭാവനകൾക്ക് അതീതമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മുടെ കണ്ണുകൾക്ക് അതീതമാണെന്ന് ഞാൻ പറഞ്ഞു. ബഹുമാനികളെ, നാം കണ്ട് പരിചയിച്ച വലുപ്പത്തിലല്ല, ആകൃതിയിലൊക്കെ ആയിരിക്കണമെന്നില്ല. അങ്ങനെ ധരിക്കണ്ട. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു തരം വൃക്ഷമുണ്ട്, അതിവേഗതയുള്ള ഒരു കുതിര സവാരിക്കാരൻ. വല്ലാതെ വേഗത്തിലോടുന്ന മത്സരത്തിൽ വിജയിച്ച ഒരു കുതിര സവാരിക്കാരൻ സവാരി ചെയ്യാൻ തുടങ്ങി. അയാൾ സവാരി ചെയ്ത് 100 വർഷം സവാരി ചെയ്താലും 100 വർഷം നിരന്തരം ഓടിയാലും അതിന്റെ നിഴൽ തരണം ചെയ്ത് തീർക്കാൻ സാധ്യമല്ല. ഇന്നഫിൽ ജന്നതി സദറ, സ്വർഗത്തിലൊരു മരമുണ്ട്. ഒരു കുതിര സവാരിക്കാരൻ അവരോടുകയാണ്, 100 വർഷമാണ് ഓടിയത്. എന്നാലും അവന് ആ സ്വർഗത്തിന്റെ ആ ഒരൊറ്റ വൃക്ഷത്തിന്റെ നിഴല് മറികടക്കാൻ സാധ്യമല്ല. ഒരു വൃക്ഷത്തിന്റെ നിഴല്. അല്ലാഹുവേ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ്, ഫഖ്റു ഇൻ ശിഅ്തും, വേണമെങ്കിൽ ഓതി നോക്കിക്കോ. വലില്ലിം മംദൂദ്. ബുഖാരി ഇമാമും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരൊറ്റ വൃക്ഷത്തിന്റെ സ്വഭാവമാ. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെയാണ് ഒരാൾ ഓടുന്നത്. അതും നടക്കുകയല്ല, വാഹനത്തിന്റെ പുറത്താണ്. ഏറ്റവും നന്നായി ഓടുന്ന കുതിരയാണ്. ആ കുതിരന്റെ മേലെയാണ് ഓടുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ബഹുമാനികളെ, വൃക്ഷലതാദികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വൃക്ഷത്തിന്റെ അവസ്ഥയാണത് പറഞ്ഞതെങ്കിൽ ഏതാണ്ടൊക്കെ സ്വർഗ്ഗലോകത്തിന്റെ വൃക്ഷങ്ങളുടെ കഥയും അങ്ങനെ തന്നെയാണ്. അവസ്ഥ അങ്ങനെയാണ്. ഇതിനോടടങ്ങിയിട്ടാണ്. അതിന്റെ ഇലകളും അതിന്റെ കൊമ്പുകളും ചില്ലകളും പരന്ന് പന്തലിച്ചു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ 100 വർഷം ഓടിയാൽ തീരാത്തൊരു മരത്തിന്റെ ചില്ലകളും കൊമ്പുകളും അതിന്റെ ബ്രാഞ്ചുകളും ഒക്കെ പരന്ന് പിടിച്ചു കിടക്കുന്നു. അതിന്റെ ഇലകൾ പരന്ന് പിടിച്ചു കിടക്കുമ്പോൾ എന്താണ് അതിന്റെ അവസ്ഥ? കടും പച്ചയാണ്, കടും പച്ച വർണ്ണമാണ്, വല്ലാത്തൊരു നിറം. ഖുർആൻ തന്നെ പറയുന്നു, മുദ്ഹാമ്മത്താൻ. ഖുർആന്റെ
പുതിയാപ്പിളയാകുന്ന റഹ്മാൻ സൂറത്ത് ഓതാറില്ലേ? അതിലിതാ പറഞ്ഞിരിക്കുന്നു, പച്ചവർണ്ണമാണ്, നല്ല നിറമാണ്, വൃക്ഷലതാദികളുടെ മുറ്റിയ തണൽ സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നന്നായി നമ്മെ അള്ളാഹു തന്നെ അത് എടുത്ത് പ്രത്യേകമായി ഉദ്ധരിക്കുന്നു. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ അബദാ ഖാലിദീന ഫിഹാ അബദാ ലഹും ഫിഹാ അസ്വാജും മുതഹറ വനുദ്ഖിലുഹും ളില്ലൻ ളലീലാ. വല്ലദീന ആമനൂ, വിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ എങ്ങനത്തെവരാണ്? അവർ വിശ്വാസികളാണ്. അവർ വിശ്വാസികളായിട്ട് എന്തേ അവർ ചെയ്ത്? വഅമിലുസ് സ്വാലിഹാത്ത്, സുകൃതങ്ങൾ പ്രവർത്തിച്ചവരാണ്, നല്ല അമലുകൾ പ്രവർത്തിച്ച ആളുകൾ. സനുദ്ഖിലുഹും, അവരെ നമ്മൾ ശേഷം പ്രവേശിക്കുക, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു, താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗലോകത്തേക്കാണ് അവരെ പ്രവേശിപ്പിക്കുക. അവിടെ അവർ സ്ഥിരവാസികളാണ്. സ്വർഗത്തിൽ അവർ നിത്യം അവിടെയാണ് വസിക്കുന്നത്, പിന്നെ മാറ്റമില്ല. സ്ഥിരവാസികളാണ് സ്വർഗത്തിൽ അവർ. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ സ്ഥിരവാസികളാണ്, അവരതിൽ നിത്യമായി വസിക്കുന്നവരാണ്. ലഹും ഫിഹാ അസ്വാജും മുതഹറ, അതിലവർക്ക് പരിശുദ്ധകളായ ഇണകളുണ്ട്. പരിശുദ്ധകളായ ഇണകൾ അവിടെ അവർക്ക് സ്വർഗലോകത്തുണ്ട്. അള്ളാഹു പറയുന്നു, വനുദ്ഖിലുഹും ളില്ലൻ ളലീലാ. സൂറത്ത് നിസാ മറിച്ച് നോക്കിയാൽ കാണാം, അവരെ നമ്മൾ തണലിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നല്ല തണലിലാണ് അവരെ, പ്രത്യേകമായി കാനന ചോലകളിലാണ് അവരെ പ്രവേശിപ്പിക്കപ്പെടുക എന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തണൽ അവരുടെ മേലെ ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു, തണൽ ശരിക്കും അവരുടെ മേലെ ചാഞ്ഞു നിൽക്കുകയാണ്. വദാനിയതൻ അലൈഹിം ദിലാലുഹാ, നന്നായി ചാഞ്ഞു നിൽക്കുന്ന തണലാണ്. സൂറത്ത് ദഹർ മറിച്ച് നോക്കിയാൽ കാണാം, അവർ ഭാര്യമാരോടൊപ്പം അവരുടെ ഇണകളോടൊപ്പം തണലുകളിൽ ചാരു കസേരകളിൽ ഇരുന്ന് വല്ലാത്തൊരു സുഖം. നമ്മളെ പാർക്കിൽ നിസാരമായി സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ആ ചാരു കട്ടിലിരുന്നിട്ട് കൊഞ്ചുന്നവരില്ലേ? നൈമിഷികമായ സുഖങ്ങളല്ലേ, താൽക്കാലികമല്ലേ? ആ ഇരുന്നിങ്ങനെ ആടുമ്പോ ഒരു മൂട്ട കടിച്ചാ പോരെ, ഒരു ഉറുമ്പ് കടിച്ചാ പോരെ, സകലവും പോയി. ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുമ്പം ബഹുമാനികളെ, നമ്മൾ ഉണ്ടാക്കിയ സംവിധാനത്തിന്റെ ഒരു നിമിഷം അതിന്റെ ശ്രദ്ധ വിടാൻ ഒരു ഉറുമ്പ് പോരെ. എന്നാൽ സ്വർഗലോകത്ത് അങ്ങനെ വല്ല മാറ്റവും ഉണ്ടോ? എന്തെങ്കിലും ഇടങ്ങാറാക്കാനുണ്ടോ? അള്ളാഹു പറയുന്നു, നോക്കൂ ബഹുമാനികളെ, അവർ ഭാര്യമാരോടൊപ്പം തണലുകളിൽ ചാരു കസേരകളിൽ ഇരുന്ന് സുഖിക്കുമെന്ന് അള്ളാഹു തന്നെ പറയുന്നു. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. ഖുർആന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ ഓതുമ്പോൾ കിട്ടാറില്ലേ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവരവരുടെ ഭാര്യമാരോടൊപ്പം ചാരു കസേരകളിൽ ഇരിക്കുകയാണ്. ആടാനും പാടാനും കഴിയുന്ന അവരവരുടെ ഇണകളും ഇണകളുടെ കൂടെ തണലുകളിൽ അതാലങ്കൃതമായ ചില സോഫകളിൽ സസുഖം ചാരിയിരുന്നിരിക്കുകയാണ്. സീസൺ മാറ്റങ്ങൾക്ക് അതീതമായി ഒരു കാലാവസ്ഥയും അവിടെ പ്രശ്നമല്ല, എപ്പോഴും നിലകൊള്ളുന്നയാണത്. എല്ലാ കാലഘട്ടങ്ങൾക്കും യോജിച്ചുകൊണ്ട് നിലകൊള്ളുന്ന തരത്തിലാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതിലുള്ള പടങ്ങൾ പോലെ തന്നെ ഖുർആൻ പറയുന്നു, മസലുൽ ജന്നത്തില്ലതി ഉഇദ്ദൽ മുത്തഖൂൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഉഖ്ലുഹാ ദായിമുൻ വദില്ലുഹാ തിൽക ഉഖബല്ലദീന തഖവ ഉഖബൽ കാഫിരീന അന്നാർ. സൂറത്ത് റഅദിൽ അല്ലാഹു തആല പറയുന്നു, സ്വർഗ്ഗത്തിലുള്ള ആ ഉദാഹരണം, ആ സ്വർഗ്ഗത്തിന്റെ ഉദാഹരണം, ഭക്തന്മാരുടെ വാഗ്ദത്ത സ്വർഗ്ഗത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്, അതിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും, വല്ലാതെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു സുഖമാണ്. കൃത്രിമ അരുവികൾ ഉണ്ടാക്കിയിട്ട് തന്റെ പെണ്ണുങ്ങളോടുകൂടെ, തന്റെ കാമുകന്മാരോടുകൂടി ഇരുന്ന സമയം കളയുന്ന ആളുകൾക്ക് ഇത് നശിക്കാത്തതാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കം, നമ്മുടെ ഇവിടത്തെ ഈ താൽക്കാലിക ഒടുക്കമുണ്ടല്ലോ, മരണം, അത് നാളെയുടെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ
പിന്നെ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ പിന്നെ മരണമില്ല, ജീവിതമില്ല. അവിടെയല്ലേ നമുക്ക് സുഖം വേണ്ടത്? ആ സുഖത്തിനല്ലേ നമ്മൾ കൊതിക്കേണ്ടത്? അതിനല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അതിനല്ലേ നമ്മൾ കാശ് മുടക്കേണ്ടത്? അതിനല്ലേ നമ്മൾ സമയം ചെലവാക്കേണ്ടത്? അള്ളാഹു പറയുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഫലങ്ങളും നിഴലുകളും എന്നെന്നുമുള്ളതാണ്. അത് നിത്യമായതാകുന്നു, അതിന് മാറ്റമില്ല. അതാണ് ഭക്തന്മാർക്ക് ലഭിക്കുന്ന, തഖ്വയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആ അന്ത്യമായിട്ടുള്ള ഫലം. അന്ത്യഫലം അതാണ്. സത്യനിഷേധികളുടെ അന്ത്യഫലം, അവരുടെ അവസാനത്തെ ഫലമോ നരകമാണ്, നരകമാണ്. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, അത്തരം ആളുകളിൽ ഞങ്ങളെ നീ പെടുത്തല്ല തമ്പുരാനെ. റബ്ബേ, നിന്നെ അറിഞ്ഞ് ഇബാദത്തെടുക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ താ അല്ലാഹ്. പടച്ചവനെ നോക്കൂ, ചുരുക്കത്തിൽ പ്രപഞ്ചമാസകലം, പ്രപഞ്ച സമാനം വിസൃതമായി കിടക്കുന്ന സ്വർഗലോകത്തെ ആകമാനം തണലിടത്തക്ക വിധം, നന്നായി തണലിടത്തക്ക വിധം വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അതിലെ വൃക്ഷലതാദികൾ. പിന്നെ പഴങ്ങളില്ലേ അവിടെ? തണലിന് മാത്രമല്ലല്ലോ, അവ നല്ല നല്ല പഴങ്ങൾ തരാനാണ്, പഴത്തിനു കൂടിയുള്ളതാണ്. സ്വർഗവാസികൾക്ക് എല്ലാ തരപ്പഴങ്ങളും ലഭിക്കണം. മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂന ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിനിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദത്തിൽ ലിശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫാ വലഹും ഫിയാ മിൻ കുല്ലി സമറാത്ത് വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ. വലഹും ഫിയാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം കമൻ ഹുവ ഖാലിദുൻ ഫിന്നാരി വസുഖൂ മാഅൻ ജമീആ ഫഖത്ത അമ്മാഹും. സൂറത്ത് മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂന, ഞാൻ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ സ്ഥിതി ഇതാണ്. അതിന്റെ ഉദാഹരണം ഇതാ, അതിന്റെ സ്വഭാവം ഇതാണ്. അതിൽ താഴ്ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന പകർച്ച പറ്റാത്ത തെളിഞ്ഞ വെള്ളത്തിന്റെ അരുവികളുണ്ട്. രുചിക്ക് വ്യത്യാസമില്ലാത്ത, വ്യത്യാസമില്ലാത്ത പാലരുവികളുണ്ട്. പാലിന്റെ അരുവികൾ അവിടെയുണ്ട്. എന്റെ രുചിക്ക് യാതൊരു വ്യത്യാസവുമില്ല. കുടിക്കുന്നവർക്ക് സുഖം നൽകുന്ന, കുടിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന കള്ളിന്റെ പുഴകൾ അവിടെയുണ്ട്. വൻഹാറും മുസഫ വൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട നല്ല തേനിന്റെ അരുവികളും അവിടെയുണ്ട്. അവിടെ എല്ലാ തരം വലഹും ഫിയാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ തരം പഴങ്ങളും സ്വർഗലോകത്തുണ്ട്. വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനം അവർക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാതരം പഴങ്ങളും ഉണ്ടായിരിക്കും. മാത്രമല്ല രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും അവർക്കുണ്ട്. എന്നാൽ കമന്നു വഖാലിദും ഫിന്നാർ വസുഖൂ മാഅൻ ജമീഅ ഫഖത്ത അമ്മാഹും, ഇവർ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവനെ പോലെയാകുമോ? ഇവർ ഈ സ്വർഗത്തിൽ ഈ സുഖങ്ങളൊക്കെയുള്ളവർ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരെ പോലെയാണോ? അല്ല, അല്ല. അവരുടെ കഥ എന്തെന്നറിയുമോ? നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരുടെ അവസ്ഥ വസുഖൂ മാഅൻ ഹമീമാ, ഹമീമല്ലേ കുടിപ്പിക്കുന്നത്, തിളച്ച വെള്ളമല്ലേ കുടിപ്പിക്കുന്നത്. നരകത്തിൽ കുടിക്കാൻ അതല്ലേ കൊടുക്കുന്നത്. അത് കുടിച്ചാലോ ഫഖത്ത അമ്മാഹും, അവരെ രംഗൊടനടക്കം ഉരുകി പോകുന്നു, ഒന്നായി ഉരുകി ഒലിച്ചു പോകുന്ന തരത്തിൽ. അല്ലാഹ്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ അത്തരം ആളുകളിൽ പെടുത്തല്ല തമ്പുരാനെ. ഈ പഴണ്ടായോണ്ട് കാര്യം സുലഭമായി ലഭിക്കണ്ടേ, ഇഷ്ടം പോലെ കിട്ടണ്ടേ, സുലഭമായി തന്നെ അത് ലഭിക്കണം. വഫാകിഹത്തുൻ കസീറാ, പോലെ കുറഞ്ഞു പോകുന്ന വേജാറില്ല. ഇനി അടുത്ത സീസണിലെ കിട്ടൂ എന്ന് ധരിക്കാനില്ല. ഒരു പഴത്തെക്കുറിച്ചും അങ്ങനെ പറയപ്പെടാവതല്ല. ഏതവസരത്തിലും ഏത് പഴവും ലഭിക്കുക തന്നെ വേണം. ഒരു കാലത്തും അവസാനിക്കപ്പെടാത്തതും തടയപ്പെടാത്തതുമാണ്. വൃക്ഷങ്ങളുടെ ക്രമാതീതമായ ഉയരം കൊണ്ടോ, മുള്ളുള്ളത് കൊണ്ടോ, ഉറുമ്പുള്ളത് കൊണ്ടോ, കയറുമ്പം വഴുകുന്നത് കൊണ്ടോ ഒരു
ദൗർബല്യം അതിനില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ആ പലഹാരങ്ങളൊന്നും ഇവിടെ കിട്ടാതെ വരാൻ പറ്റൂല, പറിക്കാൻ കഴിയാതെ വിഷമിച്ചൂടാ. ആളുകളൊക്കെ ഇങ്ങനെ പറിക്കാൻ വേണ്ടി വന്നിട്ട് തിക്കും തിരക്കൊണ്ട് പറിക്കാൻ കഴിയാതൊരു വിഷമം അവിടെ ഇല്ല. സുലഭമായി അത് ലഭിക്കണം, എപ്പോഴും പറിച്ചെടുക്കാൻ കഴിയണം. എന്നാൽ അവിടെ അതൊരു കാരണവശാലും തടയപ്പെട്ടുകൂടാ. ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ, ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ. പോരാ, ഇരിക്കുന്നിടത്ത് തന്നെ കിട്ടണ്ടേ. എന്താണ് ബഹുമാനികളെ, നമുക്ക് എന്ത് പഴാ നമ്മൾ തിന്നുന്നത്? ഇവിടെയുള്ള പഴം, നമ്മൾ ഈ തിന്നണ പഴങ്ങളൊക്കെ ഇപ്പല്ലേ ആളുകൾ പറയുന്നത്. എഴുതുന്ന ആളുകൾ കൈതാൻ തുടങ്ങിയില്ല. ഒരു ആപ്പിൾ തിന്നാൽ എത്ര കീടനാശിനിയാണേലോ അകത്താക്കുന്നത്, ഒരു നേന്ത്രപ്പഴം തിന്നാൽ ഒരുപാട് കീടനാശിനികളാണല്ലോ അകത്താക്കുന്നത്. എന്ത് രുചിയാ പഴത്തിനുള്ളത്. ഈ പഴം കണ്ടിട്ട് സ്വർഗലോകത്തെ പഴം വിചാരിക്കണ്ട. അവിടെ നമ്മുടെ മനസ്സുകൾക്ക് അത് ഭാവനയിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ. ഒരു സീസണിലും തടുക്കൂല. മുള്ളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറിക്കാൻ കഴിയാതെ വരൂല. ബഹുമാനികളെ, കയറാൻ കഴിയാഞ്ഞിട്ട് പറിക്കാതെ പറ്റൂല. എങ്ങനെ വേണമെങ്കിലും എപ്പോഴും കിട്ടുന്ന തരത്തിലാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇരിക്കുന്നിടത്ത് തന്നെ കിട്ടണോ, അങ്ങനെയും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ടെന്ന് ഖുർആനാ പറയുന്നത്. ഖുർആനല്ലേ പറയുന്നത്, വദാനിയത്തൻ അലൈഹിം ദിലാലുഹാ വദുല്ലിലത്ത് ഖുതൂഫുഹാ തദ്ലീലാ. ഇരിക്കുന്നിടത്ത് തന്നെ അങ്ങനെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം. അതിലെ നേലുകൾ, മരക്കൊമ്പുകൾ, അരുവി അവരുടെ മീതെ അടുത്തതായിരിക്കും. അതിലെ പഴക്കുലകളുണ്ടല്ലോ, പറിച്ചെടുക്കുവാൻ സൗകര്യപ്പെടുമാർ, പറിച്ചെടുക്കാൻ സൗകര്യപ്പെടുമാർ പാകപ്പെടുത്തിയതാണ്. അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. വദാനിയത്തൻ അലൈഹിം ദിലാലുഹാ വദുല്ലിലത്ത് ഖുതൂഫുഹാ തദ്ലീലാ. അങ്ങനെയാണ് സ്വർഗം. ഈ സ്വർഗമാണ് ചോദിക്കാൻ പറഞ്ഞത്. ആരാ പറഞ്ഞ? അള്ളാഹുവിന്റെ റസൂല്. നിങ്ങൾ വല്ലാണ്ട് ചോദിക്കണം, ഇത് കിട്ടൽ നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ? പൂതി തോന്നുന്ന എല്ലാ പഴങ്ങളും വേണ്ടേ അവിടെ? അത് മുഴുവനും അവിടെ കിട്ടണം. ഇന്നൽ മുന്നൽ മുത്തഖീന ഫീ ദിലാലിൻ ഫീ ദിലാലിൻ വഉയൂനിൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ പറ്റിയിട്ട് മുർസലാത്ത് സൂറത്തിൽ കാണാം ബഹുമാനികളെ. ഇന്നൽ മുത്തഖീന ഫീ ദിലാലിൻ വഉയൂൻ വഫാക്കിഹ മിമ്മാ യസ്തഹൂൻ. ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടണം, ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാനുള്ള സൗകര്യം അല്ലാഹു ചെയ്തിരിക്കുന്നു. ബഹുമാനികളെ, നിശ്ചയമായും തഖ്വയുള്ള ആളുകൾക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ചില നേലുകളിൽ, അരുവികൾക്കിടയിലും തങ്ങളതാ ഗ്രഹീതങ്ങൾ വിഹരിക്കുകയാണ്. അവിടെ സുഖമായി അവർക്ക് ജീവിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾക്ക് അവിടെ ലഭിക്കും. അതിനു വേണ്ടി അവരേതാണോ ആഗ്രഹിക്കുന്നത് ആ പഴങ്ങൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത്. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ പറ്റിയ വിധം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ പറ്റിയ വിധം എപ്പോഴും എല്ലാ ഇനങ്ങളും, എപ്പോഴും എല്ലാ ഇനങ്ങളും എവിടെയും തയ്യാറുണ്ടായിരിക്കും. വഫാഖിയത്തും മിമ്മാ യതഖയ്യറൂൻ. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക, എപ്പം വേണമെങ്കിലും കിട്ടും. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവർ തെരഞ്ഞെടുക്കുന്ന വർഗത്തിൽപ്പെട്ട പഴങ്ങൾ കൊണ്ടും അനുഗ്രഹീതരാണവർ. തീർന്നു പോയേക്കുമോ, കുറഞ്ഞേക്കുമോ, കൂടുതൽ ചെലവായി പോകുമോ, വില കൊടുക്കേണ്ടി വരുമോ, വമ്പിച്ച പൈസ ആകുമോ എന്നൊന്നും പേടിക്കാനില്ല. യാതൊരു വിധാശങ്കയും സ്വർഗലോകത്തില്ല. കൂടാതെ തികഞ്ഞ മനസമാധാനത്തോടെ, തികഞ്ഞ സന്തോഷത്തോടെ രുചികരമായ എല്ലാ പലഹാരങ്ങളും യഥേഷ്ടം ആവശ്യപ്പെടാൻ പെടുമാറാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ നിർഭയരായിക്കൊണ്ട് എല്ലാതരം പഴങ്ങളും ആവശ്യപ്പെടാവുന്നതാണ്. എല്ലാറ്റിനും പുറമെ ദുനിയാവിൽ പരിചയിച്ച തരത്തിലുള്ളതിന് പുറമെ തീരെ പരിചയപ്പെടാത്തതും തികച്ചും നിസ്തരവും നൂതനതരവുമായ പഴങ്ങളും അവിടെയുണ്ട്. എല്ലാ ഇനത്തിലും അവർക്ക് അവിടെ ലഭിക്കും. ഫീഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ. ഇവിടുന്ന് കണ്ടുപരിചയിച്ച മാത്രമല്ല, അതിലൊക്കെ പുറമെ മറ്റു പലതും പുതിയതും പരിചയപ്പെടാനുണ്ട്, പുതിയതും തരാനുണ്ട്. ഇവ കായ്ക്കുന്ന പുതിയ തരം വൃക്ഷലതാദികളും അപ്പോൾ അവിടെ ഉണ്ടായിരിക്കണമല്ലോ. അതൊക്കെ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണടക്കൂ സഹോദരിമാരെ, ഒരു നിമിഷം കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അവിടെയുള്ള സംവിധാനം അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത്? എങ്ങനെയായിരിക്കും ഈ അവസ്ഥാവിശേഷം? ഇമ്പം തോന്നുന്നത് എല്ലാത്തരം പക്ഷിമാംസവും സ്വർഗവാസികൾക്ക് നൽകപ്പെടുമെന്ന്
അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നു. ഇമ്പം തോന്നുന്ന ആവശ്യമുള്ള എല്ലാതരം പക്ഷിമാംസങ്ങളും അവിടെ ലഭിക്കും, ഒന്നിനും കുറവ് വരൂല. വലഹ്മിൻ തൈരിൻ മിമ്മാ യസ്തഹൂൻ, ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന തരം പക്ഷിമാംസങ്ങൾ മാത്രമല്ല, സ്വർഗവാസികൾ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ തരം ഇറച്ചികളും മാംസങ്ങളും അവിടെ കിട്ടും. വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യസ്തഹൂൻ, അവർക്ക് എല്ലാതരം പഴങ്ങളും എല്ലാതരം ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന മാംസങ്ങളും അവിടെ കിട്ടും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യഹൂദിയുമായുള്ള സംഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗവാസികൾക്ക് ആദ്യമായി നൽകപ്പെടുന്ന ഭക്ഷണം, സ്വർഗത്തിൽ ആദ്യമായി കൊടുക്കുന്ന ഭക്ഷണം നൽകപ്പെടുന്നത് മത്സ്യക്കരളും സ്വർഗത്തിന്റെ ഓരങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കാളയെ അറുത്ത് അതിന്റെ മാംസമാണ്. മത്സ്യക്കരളും സ്വർഗത്തിന്റെ ഓരങ്ങളിൽ അല്ലാഹു അവർക്ക് അറുത്തു കൊടുക്കുന്നത് സ്വർഗത്തിലെ കാളയാണ്. അല്ലദീ കാന യഅകുലു മിൻ അത്റാഫിഹാ, സ്വർഗത്തിന്റെ ഓരങ്ങളിലൂടെയാണ് അത് മേഞ്ഞു നടക്കുന്നത്. സ്വർഗത്തിന്റെ ഓരങ്ങളിലൂടെ മേഞ്ഞു നടക്കുന്ന മാംസമാണ് കാളയറുത്തിട്ടാണ് അല്ലാഹു കൊടുക്കുന്നത്. പഠിച്ചവരെ, എത്തരം ആളുകളിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. ഒന്ന് ഊഹിച്ചു നോക്കൂ സഹോദരിമാരെ, ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഒന്ന് 2 വട്ടം 3 വട്ടം ഒന്ന് ചോദിക്ക പടച്ചോനോട്, റബ്ബിനോട് ഈ സ്വർഗത്തെയാ ചോദിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമദാനിൽ മാത്രം ചോദിച്ചാ പോരാ, എപ്പോഴും ചോദിക്കണം. ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ inni as'alukal jannah Allahumma inni as'alukal jannah wama qarraba ilayha Allahumma inni a'udhu bika minan nar wama qarraba ilayha. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദുആയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചവനെ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹ, അതിലേക്ക് എന്തൊക്കെ വേണോ? മിൻ ഖൗലിൻ വഅമലിൻ വഫഇലിൻ വഇതിഖാദ്, എന്തൊക്കെ വേണോ അതൊക്കെയും എനിക്ക് അടുപ്പിച്ചു തരണേ അല്ലാഹ് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, പടച്ചവനെ നരകത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു, നിന്നെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു നരകത്തിൽ. എന്നാക്കല്ല റബ്ബേ വമാ ഖറബ ഇലൈഹാ, പ്രവർത്തനത്താലോ വാക്കാലോ എന്ത് കാരണങ്ങളെ കൊണ്ടാണെങ്കിലും നരകത്തിലേക്ക് അടുക്കുന്നതിലേക്കും ഞങ്ങളെ നീ അടുപ്പിക്കല്ല അല്ലാഹ് എന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. നോക്കണം, ആയിഷ ബീവിന്റെ ദുആയാണിത്. ആയിഷ ബീവിയുടെ ദുആ ആരാണ്? നമ്മൾ ആയിഷമാരും ബീവി ആയിഷനെ ഒന്ന് നോക്ക്, ആലോചിച്ച് നോക്ക്. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ, അവസരം നൽകണേ അല്ലാഹ്. സ്വർഗത്തിന്റെ സവിശേഷത പിന്നെ ഖുർആൻ അടിക്കടി എടുത്തു പറയുന്നുണ്ട്. എന്തെന്നറിയുമോ? അടിക്കടി എടുത്തു പറയുന്നതാണ്, താഴ്ഭാഗത്ത് കൂടെ നദികൾ ഒഴുകുന്നുണ്ട്, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന്. തജ്രീ മിൻ തഹ്തിൽ അൻഹാർ, ഇടക്കിടക്ക് ഖുർആൻ പറയുന്നതാണ്. ബഹുമാനികളെ, മണ്ണിന്റെയോ ചെളിയുടെയോ മറ്റു വല്ലതിന്റെയോ കലർപ്പ് ബാധിച്ചിട്ടില്ലാത്ത, രുചിഭേദമോ നിറവ്യത്യാസമോ ഗുണവ്യത്യാസമോ സംഭവിക്കാത്ത ശുദ്ധജല സരിത്തുകൾ, ശുദ്ധജല അരുവികൾ സ്വർഗലോകത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആഹാരത്തിന്റെ സ്വഭാവം അനുസരിച്ചോ ആരോഗ്യത്തിന്റെ നിലപാടനുസരിച്ചോ മറ്റു വല്ല കാരണത്താലോ നമ്മുടെ പാലിന് സാധാരണ സംഭവിക്കാറുള്ള യാതൊരു പകർച്ച വ്യത്യാസവുമില്ലാതെ, യാതൊരു ഭേദവുമില്ലാതെ, ഒരു സ്വഭാവ മാറ്റവും വന്നിട്ടില്ലാത്ത സാക്ഷാൽ ക്ഷീരനദികൾ, പാലിന്റെ ഹാറുകൾ അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലം യഖ്റുജ് മിൻ ദുഇൽ മാശിയ, അത് അകിടുകളിൽ നിന്ന് പുറപ്പെട്ടതല്ല, അകിടുകളിൽ നിന്ന് വന്നതല്ല. ക്ഷീരനദികൾ, പാലിന്റെ നദികളുണ്ട്, ഹാറുകളുണ്ട്, മൃഗങ്ങളുടെ അകിടുകളിൽ നിന്ന് പിഴിഞ്ഞെടുക്കപ്പെട്ടതല്ല അത്. പിന്നെ അവിടെ ഒരു നദികളുണ്ട്, കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന വീഞ്ഞാറുകളാണ്. കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്ന വീഞ്ഞാറുകൾ. ഇവിടുത്തെ മദ്യത്തെ പോലെ മുഖം ചുളിച്ച്
കുടിക്കാൻ സാധ്യമല്ലാത്ത വിധം ദുർഗന്ധമോ രസക്കുറവോ അതിനില്ല. ഇവിടെ മദ്യം മോന്തുന്ന ആളുകൾക്ക് ആ മദ്യം കുടിക്കാൻ കഴിയില്ല. പടച്ച റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിലോ ബന്ധുക്കളിലോ ആരെങ്കിലും ഈ മദ്യത്തിനടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നീ മാറ്റണേ തമ്പുരാന്. ആ സ്വഭാവത്തിൽ നിന്ന് പിടിച്ചു മാറ്റണേ തമ്പുരാന്. അല്ലാഹുവേ, ഇത് കാരണം സ്വർഗീയ മദ്യം തടയുന്നവരിൽ അവരെയോ ഞങ്ങളെയോ പെടുത്തല്ല തമ്പുരാന്. നല്ല സ്വഭാവികളാക്കണം അല്ലാഹ്. ബഹുമാനികളെ, എന്താണ് നമ്മുടെ അവസ്ഥ? ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ബസ്സിൽ റമദാനായിട്ടും കയറിയ ഒരു മുസ്ലിം പേരുള്ള ഒരു പാവം മനുഷ്യൻ. അല്ലാഹുവേ, ഹിദായത്ത് കൊടുക്കണേ റബ്ബേ, നല്ല സ്വഭാവമാക്കണേ. റമദാനിന്റെ പട്ടാപ്പകലും കള്ളു കുടിച്ച് ബസ്സിൽ കയറുന്ന മുസ്ലിം നാമധാരികൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? അല്ലാഹുവേ, ഞങ്ങളെ നീ നല്ലവരിൽ പെടുത്തണേ തമ്പുരാനെ. നോക്കൂ, അവിടെ മുഖം ചുളിക്കേണ്ടതില്ല. കുടിക്കുന്നവർക്ക് രസമാണ്, ദുർഗന്ധമില്ല, രസക്കുറവില്ല, അതിന് തലചുറ്റലില്ല, തലവേദനയില്ല, തലകറക്കമില്ല, ആരോഗ്യപരമായ ഒരു ദോഷവും ബാധിക്കുകയില്ല. നമ്മളിവിടെ മദ്യത്തിന് എഴുതി വെച്ചതുപോലെ മുന്നറിയിപ്പ് എഴുതേണ്ട, ഇത് ആരോഗ്യത്തിന് വിഷമമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് പോയത്തക്കാരായി കുടിക്കേണ്ട ഒരു ഗതികേട് സ്വർഗീയ മദ്യത്തിനില്ല. ഒരു കുഴപ്പവും അതിനില്ല. വലാഹും മൻഹായും സഫൂൻ. ബുദ്ധിക്ക് തകരാറ് വരുത്തുന്നതല്ല അത്. ബുദ്ധിക്കൊരു തകരാറും അതുണ്ടാക്കുകയില്ല. ലാ ലൗവും ഫിയാ വലാ തസീം. സഭ്യേതരമാകുന്ന നാണം കെട്ട ചേഷ്ടകളിലേക്കോ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കോ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതല്ല. എന്തിലേക്കെങ്കിലും മനുഷ്യനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ളതല്ല. പാനം ചെയ്യുന്നവർക്ക്, കുടിക്കുന്നവർക്ക് ലദ്ദത്തില്ലിശാരിവീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമാണ്, പാനം ചെയ്യുന്നവർക്ക് ഏറ്റവും രസകരമാണ്, ആമോദകരമാണ് ആ മദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലം യസ്റുഹർ റിജാലു ബി അഖദാമിഹിം. അത് ആണുങ്ങൾ കാലോട് ചവിട്ടി വീഞ്ഞെടുത്ത വീഞ്ഞാറൊന്നുമല്ല, പഴങ്ങളിൽ നിന്ന് വീഞ്ഞെടുത്ത വീഞ്ഞാറുകളുമെന്നല്ല, പഴങ്ങൾ ചവിട്ടി പിടിഞ്ഞുണ്ടാക്കിയ മദ്യമല്ല അത്. പിന്നെ അവിടെ ഒരു പുഴയുണ്ട്, നാലാമതൊരു പുഴ. നറുതേൻ പുഴകളാണ്, തേനിന്റെ പുഴകൾ. മെഴുകിന്റെയോ ഈച്ചയുടെയോ മറ്റു വല്ലതിന്റെയോ എന്തെങ്കിലും കീടങ്ങൾ അതിലുണ്ടാകില്ല. ഒരംശങ്ങളും കുടുങ്ങിയിട്ടില്ലാത്ത, കലർപ്പ് ബാധിക്കുകയോ പുഷ്പങ്ങളുടെ ഭേദമനുസരിച്ച് രുചിമാറ്റം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല തേനിന്. നമ്മളെ നാട്ടിൽ, വയനാട്ടിലെ കാട്ടിലെ തേനിന് രുചി മാറി. റബ്ബർ തോട്ടത്തിൽ കൂടുവച്ചുണ്ടാക്കുന്ന തേനിന് രുചി മാറി. ചില നാട്ടിൽ വല്ലാതെ വിഷമുണ്ടാക്കുന്ന, മണുണ്ടാക്കുന്ന ഒരു പൂവുണ്ടാകും. ആ പൂവിൽ നിന്ന് തേനുണ്ടാക്കിയാൽ തേനിനും മണുണ്ടാകും. പൂവിന്റെ സ്വഭാവം അനുസരിച്ച് തേനിന്റെ രുചിക്ക് മാറും. സ്വർഗത്തിലെ തേന് കത്തരൊരു സ്വഭാവമല്ല, പൂവിന്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസമില്ല. സ്വച്ഛവും ശുദ്ധവുമായ തേനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലം യഖ്റുജ മിൻ ബുതൂരിൻ നഹൽ. അത് തേനീച്ചയുടെ കാഷ്ടമല്ല. തേനീച്ച കാഷ്ടിച്ചതല്ലേ നമുക്ക് തേനിവിടെ. ഈ തേന് തേനീച്ചയുടെ കാഷ്ടമല്ല, അത് തേനീച്ചകളിൽ നിന്ന് പിഴിഞ്ഞ് പുറത്തേക്ക് വന്നതല്ല. മറ്റുതരം നദിയുമുണ്ടവിടെ. കർപ്പൂര രസമാണ് വെള്ളത്തിന്. കർപ്പൂരം കലർത്തിയിട്ടല്ല. സ്വാഭാവികമായും സ്വച്ഛതയും ശീതളത്വവും പരിമളവുമെല്ലാം ഒത്തുചേർന്ന കർപ്പൂര രസമായ രുചി അതിനുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഖുർആൻ തന്നെ പറയുന്നു, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കൈസിൻ കാന മിസാജുഹാ കാഫുറാ ബയ്യനല്ലാഹു അസ്സ വജൽ. കർപ്പൂര രസമാണ്. വേറൊരു തരം നദിയുണ്ടവിടെ, വേറെ ഒരു തരം ഉറവിടമുണ്ടവിടെ. ഇഞ്ചി രസമാണ് അതിന്റെ വെള്ളത്തിന്. ഇഞ്ചി അരച്ച് ചേർത്തിട്ടുണ്ടാക്കിയതല്ല, ഇഞ്ചി രസമാണ് അതിന്റെ വെള്ളത്തിന്. ഇഞ്ചി അരച്ച് ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതല്ല, വെള്ളത്തിന്റെ സ്വാഭാവിക രസം തന്നെയാണ്. സൽസബീൽ എന്നാണ് അതിന്റെ പേര്. വയുസ്ഖൗന ഫീഹാ കൈസൻ കാന മിസാജുഹാ സൻജബീലാ. വയുസ്ഖൗന ഫീഹാ കൈസൻ കാന
മീസാജുഹാ സൻജബീലാ ഐനം ഫിയാ തുസമ്മാ സൽസബീലാ. സൽസബീൽ എന്ന് പേരുള്ള പടച്ചവനെ ഇത് കുടിക്കാനുള്ള തൗഫീഖ് നൽകുക അല്ലാഹ്. അവസരം താ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെൻ്റെ പിന്നാലെ വേണം, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെൻ്റെ പിന്നാലെ വരണം. നമ്മൾ ഇതിനെയാണ് പടച്ചവനോട് ചോദിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചെറുങ്ങനെ പറയുന്നു എന്നല്ലാതെ നമ്മളെ വല്ല ഭാവനകൾക്ക് ഇത് പറ്റുമോ? നമ്മളെ നാവുകൊണ്ട് ഇത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വർണ്ണിക്കാൻ കഴിയോ? നമ്മളെ കാതുകൊണ്ട് കേട്ട വല്ലതിലും ഇത് പെടുത്താൻ കഴിയോ? എന്നാലും ദുനിയാവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു ധാരണ നമുക്ക് നല്ലതല്ലേ? ഇതാ മറ്റൊരു മദ്യം, ഒരു തരം മദ്യം അവിടെയുണ്ട്. ഏറ്റവും മേത്തരമാണ്. മെഴുകോ ബഹുമാനികളെ, അതിൻ്റെ ഏറ്റവും മേത്തരം മണ്ണോ മെഴുകോ അല്ല, കസ്തൂരി കൊണ്ടാണ് സീല് വെക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പാത്രത്തിലാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഥവാ കുടിച്ചു കഴിയുമ്പോൾ കസ്തൂരിയുടെ സുഗന്ധമാണ്, കസ്തൂരിയുടെ രസമാണ്, അത് സ്വയം അനുഭവപ്പെടുകയാണ്. യുസ്തൗന മിൻ റഹീഖിൻ മഖ്തൂമിൻ ഖിതാമുഹു മിസ്കാ. എന്തൊക്കെ പറയാനുണ്ട്, ചുരുക്കി പറയുകയാണ്. ഏതാനും ചെറിയ കാര്യങ്ങൾ മാത്രം. അതുകൊണ്ട് ശീലി വെക്കപ്പെട്ടുള്ളത് കസ്തൂരിയാണ്. സർവോപരി സുപ്രസിദ്ധമായ കൗസർ അവിടെ ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോൻ ഇബ്രാഹിം മരിച്ചപ്പോ ശത്രുക്കളൊക്കെ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി. ഇനി മുഹമ്മദിന്റെ സന്താനമൊന്നുമില്ലല്ലോ, പരമ്പരയൊന്നുമില്ലല്ലോ, ഇതോടുകൂടി അവസാനിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചപ്പോ, റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തിയപ്പോഴല്ലേ നസറൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. യാ റസൂലല്ലാഹ്, വഹയുമായിട്ടാ വന്നിട്ടുള്ളത്. സന്ദേശം റബ്ബിന്റെ സന്ദേശമാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിക ഹുവൽ അബ്തർ. ആ സൂറത്തിലാ ഇന്നാ അഅതൈനാകൽ കൗസർ സമ്മാനിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു, അല്ല സ്വഹാബ, എന്താണ് കൗസർ എന്ന് പറഞ്ഞാൽ അറിയോ? കൗസർ എന്ന് പറഞ്ഞാൽ വല്ല വിവരവും ഉണ്ടോ? സഹാബാക്കൾ പറഞ്ഞില്ല റസൂലേ, അറിയില്ല നബിയേ. സ്വർഗത്തിൽ അല്ലാഹു എനിക്ക് നൽകുമെന്ന് പറഞ്ഞ, എനിക്ക് വാഗ്ദത്തം ചെയ്ത ഒരു നദിയാണത്. അൽ കൗസർ നഹറും ഫിൽ ജന്ന വഅദനീഹി റബ്ബി അസ്സ വജല്ല. ജലാലിയത്തുടയ ഇസ്സത്തുടയവനായ പടച്ച തമ്പുരാൻ രക്ഷിതാവ് എനിക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ഒരു നദിയാണ് കൗസർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഉള്ളു തുറന്നെടുത്ത മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട വലിയ കുബ്ബകളാണ് അതിന്റെ രണ്ട് കരകളും. അടിഭാഗം കലർപ്പില്ലാത്ത കസ്തൂരിയാണ്, അടിഭാഗം കലർപ്പില്ലാത്ത കസ്തൂരിയാണ്. അതിലെ ചരക്കല്ലുകൾ പവിഴമാണെന്ന് മാത്രമല്ല, മാണിക്യവും അതിലെ ചരൽ കല്ലുകളാണ്. അതിലെ മണ്ണ് കസ്തൂരിയേക്കാൾ പരിമളം കൂടിയതാണ്. വെള്ളം മധുവിനേക്കാൾ മധുരമേറിയതാണ്. മഞ്ഞിനേക്കാൾ സുഭദ്രമാണ്, മഞ്ഞിനേക്കാൾ ശുഭ്രമാണ്, വെള്ള നിറമാണ് അതിലെ വെള്ളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് നദികളുണ്ട്, ധാരാളം നദികളുണ്ട് സ്വർഗത്തിൽ. ചില ശക്തിയിൽ ഒഴുകുന്ന നദികളുണ്ട്, വേഗം നല്ല ഒലിപ്പോടെ ഒഴുകുന്ന നദികൾ സ്വർഗത്തിലുണ്ട്. ഫീഹിമാ ഐനാനി തജ്രിയാൻ. അങ്ങനെയുള്ള നദികൾ അവിടെയുണ്ട്. ചിലത് ജലധാര യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ നദികളുണ്ട്. ഫീഹിമാ ഐനാനി നല്ലാഹത്താൻ. നദികളോ ചില മാളികകളുണ്ട് സ്വർഗലോകത്ത്. സ്വർഗത്തട്ടുകളിൽ എല്ലാം ബഹുമാനികളെ എല്ലാം ഉണ്ട്. അതിൽ നിർഭയരായി മുത്തഖീങ്ങൾ കഴിയുന്നു. വഹും ഫിൽ ഉർഫാത്തി ആമിനൂൻ. സബഅ സൂറത്താണ്. ആ കോട്ടകളിലാണ്, തട്ടുകളിലാണ് നിർഭയരായി യാതൊരു ബേജാറില്ലാതെ അവർ നന്നായി കഴിയുന്നത്. അത്യുന്നതങ്ങളായ മണിസൗധങ്ങളിൽ അവർ തികച്ചും നിർഭയരായി ആനന്ദം കൊള്ളുകയാണ്. അല്ലാഹുവേ, അത്തരം ആനന്ദം കൊള്ളുന്നവരിൽ ഞങ്ങളെ പെടുത്ത് റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്ത് റബ്ബേ. ഞങ്ങളെ ഭാര്യ മക്കളെ പെടുത്തണം റബ്ബേ. അല്ലാഹുവേ, ഏറെ ഇബാദത്ത് എടുത്തില്ലെങ്കിലും നിന്റെ ആബിദീങ്ങളുടെ പട്ടികയിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്.
ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനികളെ നോക്കൂ, റസൂലുള്ള പറഞ്ഞില്ലേ, ചക്രവാളത്തിൽ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെയാണ് സ്വർഗവാസികൾ അവിടെയുള്ള മാളികകൾ കാണുക. ഇന്ന അഹ്ലൽ ജന്നത്തിലെ യത്റാഊനൽ ഉർഫത ഫിൽ ജന്ന കമാ യത്റാഊനൽ കൗകബ ഫി ഉഫഖിസ് സമാ. ആകാശങ്ങളിൽ ചക്രവാളത്തിൽ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ സ്വർഗത്തിൽ മാളികകൾ കാണുമേ. എന്തൊരു ചന്തമാണ്, എന്തൊരു മുഞ്ചാണ്, എന്തൊരു ഭംഗിയാണ്. എന്തുകൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അതിന്റെ ഇഷ്ടിക സ്വർണ്ണമാണ്, വെള്ളിയാണ്. അതിന്റെ ഇഷ്ടിക സ്വർണവും വെള്ളിയുമാണ്. കുമ്മായം ശുദ്ധ കസ്തൂരിയാണ്. കുമ്മായം വേണ്ടേ? സിമന്റ്, അത് നല്ല കസ്തൂരിയാണ്. കാതിന് കൽപ്പടി വേണ്ടേ? അത് മുത്താണ്, മാണിക്യമാണ്. അതിന്റെ മണ്ണ് കുങ്കുമമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? മാളികകൾക്ക് പുറമെ ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ട്. അതിൽ മാളിക മാത്രമല്ല, ചെറിയ ചെറിയ കൂടാരങ്ങൾ. ഓരോരുത്തർക്കും ഓരോരോ തോപ്പിലും ഓരോരോ കൂടാരം. അല്ലാഹ്, പടച്ചവനെ, അത്തരം തോപ്പിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാന്. നമ്മുടെ ഈ ഇൽമിന്റെ സദസ്സിനെ പറ്റിയിട്ടും ഇതുപോലൊരു തോപ്പാന്നാ പറഞ്ഞ സ്വർഗത്തിൽ ഒരു തോപ്പ്. അല്ലാഹു അത്തരം സദസ്സായി സ്വീകരിക്കുക. അല്ലാഹ്, അത്തരം സദസ്സായി കബൂലാക്കണം റഹ്മാനെ. ഓരോരോ കൂടാരം വീതമുണ്ട്. ഉൾഭാഗം തുറന്നെടുത്ത ഒരു മുത്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 60 മൈലാണ് അതിന്റെ നീളം. വിശ്വാസിയുടെ ഒന്നിലധികം ഭാര്യമാർ അതിലുണ്ടായിരിക്കും, ഒന്നൊന്നുമല്ല. ഇവിടല്ലേ ബഹുമാനികളെ, ഒരാൾക്ക് 4 കെട്ടാന്ന് ഇസ്ലാം അനുവദിച്ചെങ്കിലും ഒന്നു കൂടുതലുണ്ടാകും. നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? ഒരു പെണ്ണ് കൂടുതലുണ്ടാകും, വെറുപ്പാകണില്ലേ? സ്വർഗലോകത്ത് ഏറെ പെണ്ണുങ്ങൾ ഉണ്ടാകുമേ, കൂടുതൽ ഭാര്യമാരുണ്ടാകും. സംശയം വേണ്ട. വിശ്വാസിയുടെ ഒന്നിലധികം ഭാര്യമാർ അവിടെയാണ് വിരാജിക്കുന്നത്. അവനതിൽ വെച്ചതാ സമീപിക്കുന്നു. പരസ്പരം അവർ കാണുകയില്ല. ആ കൂടാരത്തിൽ തന്നെ പരസ്പരം അവർ കാണൂല. ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നത്തിൽ ഖൈമത്തും മിൻ ലുഅലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ. അല്ലാഹ്, ഉള്ളു പൊള്ളയായ ഒരു തരം മുത്ത് തുറന്നിട്ടുണ്ടാക്കിയ മാളികകളാണ്. തൂലുഹാ 60 മൈല, അതിന്റെ വലിപ്പം 60 മൈലാണ്. ലിൽ മുഅ്മിനി ഫിഹാ അഹ്ലൂൻ, മുഅ്മിനീങ്ങൾക്ക് അതിൽ ഭാര്യമാരുണ്ട്, ഇണകളുണ്ട്, അഹ്ലുകാരുണ്ട്. യതൂഫു അലൈഹിമുൽ മുഅ്മിനൂ, കുടുംബനാഥൻ ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്, നടക്കുകയാണ്, വിസിറ്റിംഗ് ആണ്. ഫലാ യറാ ബഅദുഹും ബഅദാ, ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ചിലരെ കാണൂല. ഇതിനൊക്കെ കുളമ്പാന് പാത്രം വേണ്ടേ? കുടിക്കാനുള്ള പാത്രം വേണ്ടേ? സ്വർഗത്തിൽ അതും സംവിധാനിച്ചിട്ടുണ്ട്. സ്വർഗവാസികൾക്ക് പാനീയം നൽകാന്, അത് കുടിക്കാന്, മറ്റാവശ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മേത്തരം പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ കോപ്പകളും കൂപകളും പൂജകളും മദ്യചഷകങ്ങളും അവിടെയുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തുൽ വാഖിയ. പൂജകളുണ്ട്, കോപ്പകളുണ്ട്, പാത്രങ്ങൾ അവിടെയുണ്ട് സ്വർഗലോകത്ത്. വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫില്ലാ, മറ്റു തരത്തിലുള്ള വെള്ളിപ്പാത്രങ്ങളും അവിടെയുണ്ട്. സ്വർണ്ണ തളികകൾ അവിടെയുണ്ട്. ബിസിഹാഫിൻ മിൻ ദഅബിൻ, അതൊക്കെ അല്ലാഹു എണ്ണി ക്ലിപ്തപ്പെടുത്തി റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഖദ്ദറുഹാ തഖ്ദീറാ, എല്ലാം ആവശ്യത്തിന് കണക്കാക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകമായ കട്ടിലുകളുണ്ട്. മാളികകൾ കൂടാതെ മാളികകളിലും കൂടാരങ്ങളിലും മാത്രമല്ല, മറ്റങ്ങളിലും തോപ്പുകളിലും. മാളികകളിലല്ല കട്ടിലുള്ളത്, കൂടാരങ്ങളിലല്ല കട്ടിലുള്ളത്. അവിടെയുള്ളതിന് പുറമെ മുറ്റങ്ങളിൽ കട്ടിലുണ്ട്, തോപ്പുകളിൽ കട്ടിലുണ്ട്, മറ്റുല്ലാസ കേന്ദ്രങ്ങളിൽ വിവിധ തരത്തിലെ കട്ടിലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ചാരാനും ചിരിയാനും ആടാനുമൊക്കെ പാകപ്പെടും വിധം സ്ഥാപിക്കപ്പെട്ടതാണത്. സ്വർഗവാസിയുടെ ഹിതമനുസരിച്ച് ഉയരമുള്ളതും ഉയരം കൂടിയതും അതിനാവശ്യമാകും തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. വിരിപ്പും വേൽക്കട്ടിയുമുണ്ട്. രാജകീയ പ്രൗഢി തോന്നിപ്പിക്കുന്നവയാണ് ആ കട്ടിലുകൾ മുഴുവൻ. ഓരോരോ സ്വർഗവാസിയും ഓരോ സിംഹാസനത്തിനാണെന്ന് തോന്നും. അങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ളത്. അവയിൽ ഭാര്യമാരോടും ഹൂറുകളോടും അഭിമുഖമായിരുന്ന് അതാ സൊല്ലാനും അവിടുന്ന് കാഴ്ചകൾ കാണാനും മറ്റും സൗകര്യപ്പെടുമാ
അൻഹാർ സജ്ജീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വനമാരിക്കും മസ്ഫൂഫത്തും വസറാബിയും മബ്സൂസ, എല്ലാത്തിനും സൗകര്യമുണ്ട്. പരസ്പരം അഭിമുഖമായിരുന്ന് ചാരിയിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാ, സൊള്ളിക്കുത്തിരിക്ക, നേരം പോക്കാലോ. മുത്തഖീന അലാ റഫറഫിൻ ഖുദരിൻ വഅബ്ഖരിൻ ഹിസാൻ, ഉൾഭാഗം കട്ടിപ്പട്ടുകൊണ്ട് നിറച്ച പരവതാനികളാണ് അവിടെയുള്ളത്. ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ ബോയികൾ വേണ്ടേ ഭാരന്മാർ? സ്വർഗവാസികൾക്ക് പലഹാരങ്ങൾ നൽകാൻ, പാനീയം സപ്ലൈ ചെയ്യാൻ, അതിനുവേണ്ടി ആവശ്യമാകുന്ന എത്തിച്ചു കൊടുക്കാനുള്ള സപ്ലൈക്കാർ അവിടെ വേണ്ടേ? അതും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ ധാരാളം ഭാരന്മാരുണ്ട്. ഇവരെ സേവിക്കാനായി അവരെപ്പോഴും തയ്യാറാ, അവരെപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാ. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന ബാലന്മാരുണ്ട്. അവരെന്നും അവരുണ്ട്, ബാലന്മാര് തന്നെ. അവര് മുഖല്ലദൂൻ, ബാലന്മാര് തന്നെയാണ്. അവരേറ്റ വ്യത്യാസമില്ല, അങ്ങനെ തന്നെ മഹാന്മാര് ചിലര് പറയുന്നു. ആ ബാലന്മാര് ചിലപ്പോൾ ഇവിടുന്ന് നേരത്തെ മരിച്ചുപോയ കുഞ്ഞുങ്ങളാകാം. അള്ളാഹു സംവിധാനിക്കുന്നത് ഒരു കുറ്റം ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ മരിച്ചുപോയ പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അവരാണ് സ്വർഗലോകത്ത് ഈ ഖിദ്മത്തിന്റെ പണിയെടുക്കുന്നതെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടല്ലോ. ഞങ്ങളവിടെ കൂടി വരുന്ന പലരുടെയും പിഞ്ചു കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ മരിച്ചവരുണ്ടാകാം. അത്തരം ഗണത്തിൽ നീ പെടുത്തണേ തമ്പുരാനെ. അവരെ കൊണ്ട് രക്ഷപ്പെടുന്ന മാതാക്കളിൽ, പിതാക്കളിൽ അല്ലാഹുവേ അവരെ നീ പെടുത്തണേ തമ്പുരാനെ. ബഹുമാനികൾ അവരെന്നും ബാലന്മാര് തന്നെയാണ്. സ്വർഗവാസികൾക്കായി നിയമിക്കപ്പെട്ട ആ കുട്ടികൾ ചിപ്പികളിൽ ഒളിപ്പിച്ച് വെച്ച മുത്തുകൾ പോലെയാണ്. ഓ, കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ രസമാണ്. ചിപ്പികളിൽ ഒളിപ്പിച്ച് വെച്ച മുത്തുകളെ പോലെ കുഞ്ഞുമക്കൾ ഇങ്ങനെ നടക്കുന്നു, ബാലന്മാര് നടക്കുന്നു. സേവനം ചെയ്യാൻ, വെള്ളം കൊണ്ടുതരാൻ, പലഹാരങ്ങൾ കൊണ്ടുവരാൻ, സപ്ലൈ ചെയ്യാൻ ചിപ്പികളിൽ ഒളിപ്പിച്ച് വെച്ച ചിപ്പികളിൽ ഒളിപ്പിച്ച മുത്തുകൾ പോലെയാണ്. സേവനോത്സുകരായി, സേവനത്തിന് നിരതരായി കാണുന്ന കുട്ടികളുണ്ടല്ലോ, ഓടി നടക്കുന്ന അവരെ കണ്ടാൽ വിതറപ്പെട്ട മുത്തുകളാണോ എന്ന് ശങ്കിച്ചു പോകും. അങ്ങോട്ടിങ്ങോട്ട് പാഞ്ഞു നടക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക് റബ്ബേ പെണ്ണുങ്ങളെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുത്ത് സദസ്സിലുള്ള എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഞാനും നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അല്ലേ പരിചയപ്പെടുത്തുന്നത്? ഓരിങ്ങനെ നടക്കണ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. കർമ്മോത്സുകരായി പാഞ്ഞു നടക്കുന്ന കുട്ടികളെ കണ്ടാ വിതറപ്പെട്ട മുത്തുകളാണോ എന്ന് തോന്നിപ്പോകും, വിതറപ്പെട്ട മുത്തുകളാണെന്ന് തോന്നിപ്പോകുന്നു. അല്ലാ, സ്വർഗത്തിലൊരു ഡ്രസ്സ് വേണ്ടേ? പെരുന്നാളല്ലേ വരാൻ പോണത്. പലരും പല ജാതിയിലും എടുക്കാൻ തീരുമാനിച്ചില്ലേ? ഇവിടെ നമ്മൾ പൊതിയേണ്ട ശരീരം നമുക്കറിയില്ലേ? ഈ പൊതിഞ്ഞ ശരീരം റൂഹങ്ങ് പോയാൽ കൊണ്ടുവെക്കേണ്ട സ്ഥലം അറിയില്ലേ? എന്നാൽ അവിടെ വസ്ത്രങ്ങളുണ്ട്. വലിവാസും ഫിയാഹരീർ, പട്ടിനാലുള്ള നല്ല സ്വർഗവാസികളുടെ വസ്ത്രം പട്ടിനാലാണ്. വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ വഇസ്തബർഖ, ആകർഷമായ വർണ്ണത്തിലും രൂപത്തിലുമെല്ലാമാണ് അവിടെ വസ്ത്രങ്ങൾ ഉണ്ടാവുക. വഹുല്ലു അസാവിറ മിൻ ഫല്ല, വെള്ളിയുടെ ആഭരണങ്ങൾ അവർ അണിയിക്കുകയാണ്, വെള്ളിക്കടകങ്ങൾ അവരതാ അണിയിപ്പിക്കുകയാണ്. യുഹല്ലൂന ഫിയാ മിൻ അസാവിറ മിൻ ദഅബിൻ വലുലുആ, സ്വർണ്ണവളകളുണ്ട് അവിടെ, സ്വർണ്ണവളകളുണ്ട്, മുത്ത് അവിടെ ധരിക്കപ്പെടും. സ്വർണ്ണവളകളും മുത്തും ധരിപ്പിക്കപ്പെടുന്നു. ഉഖൈദർ രാജാവ് റളിയല്ലാഹു, ഉഖൈദർ രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ഉഖൈദർ രാജാവ് എന്ന് പറയാ, രാജാവ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പട്ടിന്റെ ഒരു വിരിപ്പ് ജുബ്ബ സമ്മാനിച്ചു. പട്ടിന്റെ ഒരു ജുബ്ബ, പട്ടിന്റെ ജുബ്ബ ഉഖൈദർ രാജാവിന്റെ വകയായി റസൂലുള്ളാഹിക്ക് കിട്ടിയപ്പോൾ സഹാബാക്കൾ കണ്ടു, ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. അതിന്റെ ഭംഗി കണ്ടിട്ട് വല്ലാതെ സന്തോഷിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, അത്ഭുതായോ? അത്ഭുതായോ? ഓ, വല്ലാണ്ട് തോന്നിയോ? എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കർച്ചീഫുകൾ, ടവലുകൾ, സ്വർഗലോകത്തെ ടവലുകള്
ദുനിയാവിലുള്ളതിനേക്കാളും മെച്ചമാണ്. ദുനിയാവും അതിലുള്ളതിനേക്കാളും സകലത്തിനേക്കാളും മെച്ചം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗത്തിലെ ടവലാ. എന്താണ് റസൂലുള്ളാഹിന്റെ അവതരണം? അല്ലാഹുവേ, ആ സഅദ് ഇബ്നു മുആദിനെ കൈപിടിക്കാൻ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ തമ്പുരാനെ. അവിടെ പ്രത്യേകമായിട്ട് ഒരു ഇണകളുണ്ട്, മുത്തഹറത്തായിട്ടുള്ള ഇണകൾ സ്വർഗ്ഗലോകത്ത് കിട്ടാനുണ്ട്. വലഹും ഫിയാ അസ്വാജും മുത്തഹറ, പരിശുദ്ധകളായ ഇണകളാണ് സ്വർഗ്ഗലോകത്തുള്ളത്. പരിശുദ്ധകളായ ഭാര്യമാരുണ്ടവിടെ. ഇവിടത്തെ സ്വഭാവമൊന്നും അല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് പല്ലേക്കാതെ കാപ്പിയും കൊണ്ട് വന്നാൽ ഇടങ്ങേറാവൂലേ നമ്മള്? മൂപ്പത്തിയാര് പുതിയാപ്പിളക്ക് നേരം പാർത്തി ദേഷ്യം പിടിക്കണ്ടെന്ന് കരുതിയിട്ട് എഴുന്നേറ്റ് അങ്ങനെ തന്നെ വായൊന്ന് കൊപ്പിളിക്കാണ്ട് അല്ലെങ്കിൽ പല്ലേക്കാണ്ട് ഇങ്ങനെ വന്നാൽ പടച്ചവനെ കാപ്പി കുടിക്കാനോ കഴിയില്ല. അത്രയും ദുർഗന്ധമുള്ളതല്ലേ. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു ഗതികേടില്ല. പരിശുദ്ധകളായ ഭാര്യമാരവിടെയുള്ളത്. ഇവിടുത്തെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ശാരീരികമായ സ്വാഭാവികമായ മറ്റു തരത്തിലുള്ള ഒരു വിഷമവുമില്ല. പെണ്ണ് കെട്ടി പിന്നെ പണി ആശുപത്രി പോക്കന്നെ. ഒരു ദിവസം നടുവേദന പറഞ്ഞ്, പിന്നെ ഒരു ദിവസം കാലുമുന്ന വേദന, പിന്നെ ഒരു ദിവസം പറഞ്ഞ എനിക്ക് എന്തല്ലോ ആവുന്നു, എന്താന്ന് തിരിയുന്നില്ല. ഇങ്ങനെ ഈ പാവം കൊണ്ട് നടക്കരുതന്നെ. ഇങ്ങനൊരു ഇടങ്ങേറും സ്വർഗലോകത്തില്ല. ബഹുമാനികളെ നോക്കൂ, എന്തൊരു സംവിധാനമാ. ഇങ്ങനെ ഒരു വേജാർ അവിടെയില്ല. സ്വഭാവകരമായോ മറ്റു തരത്തിലുള്ളതോ യാതൊരു വൃത്തികേടും അവരിലില്ല. ഒരു വിഷമവുമില്ല. സമവയസ്കരായ നന്നായിട്ട് നല്ല യുവതരുണികളാണ് അവിടെ ഉണ്ടാകുക. അങ്ങേയറ്റം സുന്ദരികളാണ്. കാലിന്റെ എല്ലിനുള്ളിലെ ഞണമ്പ് മഞ്ച. ആ മജ്ജയുണ്ടല്ലോ, സ്ഫടിക കുപ്പികളിൽ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് കാണുന്നത് പോലെ സ്വർഗീയ പെണ്ണിന്റെ കാലിന്റെ ഉള്ളിലുള്ള മജ്ജ. ഓ, നിസാരമായ പെണ്ണിന്റെ പിന്നാലെ നടന്ന് ആത്മഹത്യ ചെയ്യുന്നവരെ നമുക്കറിയാം. നൈമിഷികമായ സുഖത്തിന് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുന്നവർ, എന്ത് ആ പെണ്ണിന് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കുന്നവർ, അതിന്റെ പിന്നാലെ നടന്ന് നേരം കളയുന്നവർ, ഒരു പണിക്കും പോകാത്തവർ, അവരോട് നോക്കൂ ഖുർആൻ. സ്വർഗീയ പെണ്ണിന്റെ കാലിന്റെ ഉള്ളിലെ ഞണുമ്പ്, ആ മജ്ജയുണ്ടല്ലോ, സ്ഫടിക കുപ്പിക്കുള്ളിൽ വെച്ച വസ്തു പുറത്തേക്ക് കാണുന്നത് പോലെ കാണുമേ. യാതൊരു സംശയവും വേണ്ട. ലികുല്ലി വാഹിദിൻ മിൻഹും സൗജാൻ, എല്ലാവർക്കും ഇണകളുണ്ട്. രണ്ടിണകളാണ്, സൗജാനിയാണ് അവിടെയുള്ളത്. ഓരോരുത്തർക്കും ഈ രണ്ട് വീതം ഹൂറുകൾ വേറെയുണ്ട്. ഭാര്യമാർക്ക് പുറമെയാണിത്. ഭാര്യമാർക്ക് പുറമെ പിന്നെ രണ്ടെണ്ണം കിട്ടുന്നു. ഇവിടെയുള്ള ഭാര്യ അവിടെ കിട്ടും. അല്ലാഹു അത്തരം സഹോദരിമാരിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് വരും. അതല്ലേ മയ്യത്ത് നിക്കാരത്തിൽ ദ്വാരക്കുന്നത് പടച്ചവനെ. اللهم ابدله خيرا من داره واخرا خيرا من اهله وزوجا خيرا من زوجه. ഇതൊന്ന് നന്നായിട്ട് പടച്ചവനെ മരിച്ച് ഇനി ഇവിടെയുള്ള ഭാര്യ, ഓന്റെ ഭാര്യ ഒന്ന് കേടൊന്നും വരാതെ നിന്നെ പേടിച്ച് ജീവിച്ച് സ്വർഗ്ഗലോകത്ത് തിരിച്ചു കിട്ടുന്ന പെണ്ണാക്കണേ അല്ലാഹ്. ദുആ ചെയ്യാറില്ലേ ബഹുമാനികളെ? ഭാര്യമാർക്ക് പുറമെ വേറെ ഇണ്ടുണ്ട്, ഹൂറുകൾ വേറെയുണ്ട്. സുന്ദരികളാണവർ, കോമളകളാണവർ. നന്നായിട്ട് കാണാൻ എന്തൊരു ചന്തമാണ്, എന്തൊരു മുഞ്ചാണ്. അവർ ശുഭവർണ്ണാഗ്നകളാണ്. കണ്ണിന്റെ കൃഷ്ണമണി കഠിന കറുപ്പാണ്. ബാക്കി ഭാഗം മുഴുവനും വല്ലാത്ത വെളുപ്പാ. കാണാൻ തന്നെ ചന്തമാണ്. വടിവിലും ഒടിയിലും ആ കണ്ണുകൾ വിശാലമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണുകൾക്കത് ഒരു നിലക്കും കണ്ടെത്താൻ കഴിയില്ല. നാവുകൾക്ക് വർണ്ണിക്കാൻ കഴിയില്ല. ഭാഷകൾക്ക് അതീതമാണ്, കാതുകൾക്ക് അതീതമാണ്, മനസ്സുകൾക്ക് അതീതമാണ്. സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെയാണ്. അഥവാ സുരക്ഷിതമായി വെക്കപ്പെട്ട മുട്ടകൾ പോലെയാണ്. ഇന്ദ്രനീലവും പവിഴവും പോലെയാണ്. ഇന്ദ്രനീലം പോലെയാണ്, പവിഴം പോലെയാണ്. ലം യത്മിസുന്ന ഇൻസും വലാ ജൻസും ഖബ്ലഹും വലാ ജാൻ. ലം യത്മിസുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. ഒരു മനുഷ്യനോ ഒരു ജിന്നോ മുമ്പൊന്നും തൊട്ടിട്ടില്ലാത്തതാണ്. മനുഷ്യരോ ജിന്നോ ഇതേവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ബഹുമാനികളെ, എന്തു മൊഞ്ച! എന്താണ് നാണം കുണുങ്ങികളാവര്? നാണം കൊണ്ട് കണ്ണ് പാതിയെ തുറക്കുള്ളൂ. നാണം കുണുങ്ങികൾ
ഇവിടെ ചില ആൽബങ്ങൾ കണ്ടിട്ട് അവരെ തുള്ളര് കണ്ടിട്ട് കൊഞ്ചുന്നവരല്ലേ, സമയം കളയുന്നവർ. ഇവരെ നോക്കൂ, അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വല്ലാത്ത നാണം കുണുങ്ങികളാ. അവരുടെ കണ്ണ് പാതിയെ ഹയാ കൊണ്ട് നാണം കൊണ്ട് തുറക്കുള്ളൂ. ഭർത്താക്കന്മാരെ വിട്ട് മറ്റൊരുത്തരേക്കും അവരുടെ കണ്ണ് പോകൂല. നേരെ അവരുടെ ഭർത്താക്കന്മാരെ മാത്രം, വേറെ ഒരു സ്ഥലത്തേക്കും അവരെ കണ്ണ് തിരിയൂല. മഖ്സൂറാത്തും ഫിൽ ഖിയാം, മഖ്സൂറാത്തും ഫിൽ ഖിയാം. അവര് കൂടാരങ്ങളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാ. ഓരോരോ സ്വർഗവാസികൾക്കും വേണ്ടത്ര ഹൂറുകളുണ്ട്. ഒരു സംശയം തീർക്കണ്ടേ എൻ്റെ പ്രിയമുള്ളവരെ? ഖുൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അന്ന പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ദുനിയാവിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അഫ്ദലാണോ ഹൂർലീങ്ങളെക്കാൾ അഫ്ദലാണോ, അതല്ല ഹൂർലീങ്ങളാണോ ദുനിയാവിലെ പെണ്ണുങ്ങളെക്കാൾ അഫ്ദൽ? അല്ല, ദുനിയാവിലെ പെണ്ണുങ്ങളാണോ ഹൂർലീങ്ങളെക്കാൾ അഫ്ദൽ? ഏതാ മുഞ്ചുള്ളത്? ഏതാ പവർ കൂടുതൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, എന്തേ ബൽ നിസാ, ദുനിയാ ഹൂർലീങ്ങളായ പെണ്ണുങ്ങൾക്കല്ല ശ്രേഷ്ഠത കൂടുതൽ, ഫദ്ല് കൂടുതൽ അവർക്കല്ല. നിസാ ദുനിയാവിലെ പെണ്ണുങ്ങൾക്കാണ് ഹൂർലീങ്ങളായ പെണ്ണുങ്ങളെക്കാൾ പവർ കൂടുതൽ. അവരാണ് ഹൂർലീങ്ങളെക്കാൾ അഫ്ദലായവർ. ഏതുപോലെ? ഒരു സാധനത്തിന്റെ ഉള്ളും പുറവും പോലെ. ഉള്ളിനേക്കാൾ ഒന്നും കൂടി മുഞ്ച് പുറത്തിനുണ്ടാകൂലേ, പുറമെ കാണൂലേ? ഇതേപോലെയാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ദുനിയാവിലെ പെണ്ണുങ്ങളെ ആ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളെക്കാൾ അല്പം പവർ കൂടുതലാണ്, ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നബിയെ, എന്താ അത് കാരണം? എന്തേ അങ്ങനെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിസലാത്തിഹിന്ന വസിയാമിഹിന്ന വഇബാദത്തിഹിന്ന. തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവരുടെ നിസ്കാരവും അവരുടെ നോമ്പ് അവരുടെ എല്ലാ ഇബാദത്തുകളും ഹൂർലീങ്ങളായ പെണ്ണുങ്ങൾക്ക് അതില്ലല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ചെയ്യുന്ന ഒരു പണി ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? നാളെ ദുനിയാവിലെ പെണ്ണുങ്ങൾ സ്വർഗ്ഗ കവാടത്തിലേക്ക് കടന്നു വന്നാൽ ഫാത്തിമ ബീവി നേതൃത്വം നൽകുകയാണ്, നേതാവിന്റെ സ്ഥാനത്ത് വരുന്നതാണ്. ദുനിയാവിലെ പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകും, പറയും, ഇതാ ഞങ്ങൾ വരുന്നു, നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ല, ഞങ്ങൾ നോമ്പ് നോറ്റവരാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ഞങ്ങൾ നിസ്കരിച്ചവരാണ്. നിങ്ങൾ സദഖ കൊടുത്തിട്ടില്ല, ഞങ്ങൾ സദഖ കൊടുത്തവരാണ്. നിങ്ങൾ സകാത്ത് കൊടുത്തിട്ടില്ല, ഞങ്ങൾ സകാത്ത് കൊടുത്തവരാണ്. നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഹജ്ജ് ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഹൂർലീങ്ങളായ പെണ്ണുങ്ങളോട് കിബർ നടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി ദുനിയാവിലെ സഹോദരിമാരെ കൊണ്ടുപോകൂലേ? അല്ലാ, അത്തരം ആളുകളിൽ ഞങ്ങൾ നീ പെടുത്തണം തമ്പുരാനെ. ഇവിടെ കൂടി എൻ്റെ സഹോദരിമാര്, അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാര്, ഞങ്ങളുടെ പെങ്ങന്മാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും നീ അത്തരം ആളുകളിൽ പെടുത്തണം റഹ്മാനെ. സ്വർഗത്തിന് അവകാശികളാക്കണം അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ ലോകത്തിലെ ഒരൊറ്റ പെണ്ണ്, എല്ലാം വേണ്ട ഒരൊറ്റ പെണ്ണ് സ്വർഗലോകത്തിലെ ഒരു സ്ത്രീ ഭൂമിയിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും ഇടക്കുള്ള എല്ലായിടവും പരിമള നിർഭരമാകും. എന്തൊരു മണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി! എന്തിനാണ് ഒരു വേശ്യയായി തെരുവിലൂടെ നടക്കുന്നത്? നിന്റെ ഭർത്താവ് നിനക്ക് തന്ന സ്പ്രേ നീ ഒരിക്കലും ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ അടിച്ചു പോയിട്ടില്ല, ഭർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അടിച്ചിട്ടില്ല, നിന്റെ ഭർത്താവിന്റെ കൂടെ വീട്ടിൽ താമസിക്കുമ്പോൾ നിന്നോട് സ്പ്രേ അടിച്ചു പോയിട്ടില്ല. നീതാ പരിശുദ്ധ റമളാനിൽ പോലും മിഠായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്പ്രേ അടിച്ച് വേശ്യയായി തെരുവിലൂടെ നടക്കുന്നു, ആളുകളെ വിഷമിപ്പിച്ച് നടക്കുന്നില്ലേ? നീ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ നീ സ്പ്രേ അടിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന പെണ്ണേ, നിനക്ക് സ്വർഗലോകത്ത് ഈ സുഖം കൊതിക്കുന്നുണ്ടോ? നിനക്ക് അതൊക്കെ ആസ്വദിക്കാനുള്ള സമയം അല്ലാഹു റസൂൽ തന്നിട്ടില്ലേ? നിന്റെ ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോ, നിന്റെ വീട്ടിൽ കഴിയുമ്പോ നീ നല്ല സ്പ്രേ, ഏറ്റവും നല്ല സുഗന്ധം പൂശി,
ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിങ്ങനെ നടക്ക്. വിഷമിച്ച് പ്രയാസപ്പെട്ട് കയറി വരുന്ന പുതിയ ആപ്പിളക്ക് നിന്നെ കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകട്ടെ. നിന്നെ അങ്ങനെയല്ലേ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ലിതസ്കുനു ഇലൈഹ, ഒരാണിന് കയറി വരാനുള്ള ശാന്തി നികേതനമാണ്, ഒരു തണുപ്പിക്കൽ എഞ്ചിനാണെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു റസൂൽ പറയുന്നു പരിമളത്തെ പറ്റി പറയുമ്പോ, സ്വർഗീയ പെണ്ണ്, ഒരു പെണ്ണ് ദുനിയാവിലേക്ക് ഇറങ്ങി വന്നാൽ, ഭൂമിയിലേക്കൊന്നിറങ്ങി വരികയാണെങ്കിൽ ഭൂമിക്കും ഇടക്കുമുള്ള എല്ലാ ഇടങ്ങളിലും പരിമള നിർഭരമാകുന്ന പ്രകാശപൂരിതമാക്കി തീർക്കുന്നതാണ്. ഒരു പെണ്ണ് ഭൂമിയിലേക്ക് വന്നാൽ, സ്വർഗലോകത്തെ ഒരു പെണ്ണ്, ആകാശഭൂമികൾക്കിടയിലുള്ള സകലവും പരിമളമാണ് ഒരൊറ്റ പെണ്ണിനെ കൊണ്ട്. അങ്ങനെയുള്ള എത്ര ലക്ഷങ്ങളാണ് സ്വർഗലോകത്തുള്ളത്. ആകാശഭൂമിയിടയിൽ വല്ലാത്ത പ്രകാശമാണ്. സ്വർഗത്തിന്റെ കാലാവസ്ഥ കടുത്ത ഉഷ്ണമോ വല്ലാത്ത തണുപ്പോ അല്ല. അവിടെ അതൊക്കെ സന്തോഷകരമായ സംവിധാനത്തിലാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിശൈത്യമോ കടുത്ത ഉഷ്ണമോ അവിടെ ഇല്ല. ശീതോഷ്ണാവസ്ഥ, അതിന്റെ തണുപ്പും അതിന്റെ ചൂടും എപ്പോഴും മിതമായിരുത്തക്ക വിധം അതിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിലെ തട്ടുകളും മാളികകളും നദികളും വൃക്ഷങ്ങളും നിയലുകളും എല്ലാം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. എന്തൊക്കെ കഥകളാണ് സ്വർഗലോകത്ത് സുഖങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. രക്തസാക്ഷികൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. ബഹുമാനികളെ, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാ അല്ലാഹു റസൂൽ പറഞ്ഞത്. നിങ്ങളേറെ ദുആ ചെയ്യണേ, ഒരുപാട് ചോദിക്കണേ. അല്ലാഹുവേ, ആ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ നീ വഴിപിടിപ്പിച്ച് കളയല്ല അല്ലാഹ്.